ഹരേ കൃഷ്ണ. ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീര വനചാരി യമുന തീര വനചാരി. ജയ രാധ മാധവ കുഞ്ച വിഹാരി ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീര വനചാരി തീര വനചാരി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഭക്തവൃന്ദ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ. ജയ രാധാ മാധവ മാധവ ജയ രാധാ മാധവ മാധവ. ജയ ജഗന്നാഥ ജയ ബലദേവ ജയ സുഭദ്രമാ ജയ സുദർശന. ജയ ജഗന്നാഥ ജയ ബലദേവ ജയ സുഭദ്രമാ ജയ സുദർശന. ജയ ഗൗരനിതായ ജയ ഗൗരനിതായ ജയ ഗൗരനിതായ ജയ ഗൗരനിതായ. ജയ ഗൗരനിതായ ജയ ഗൗരനിതായ ജയ ഗൗരനിതായ ജയ ഗൗരനിതായ. ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ്. ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ്. ജയ പഞ്ചതത്വ ജയ പഞ്ചതത്വ ജയ പഞ്ചതത്വ ജയ പഞ്ചതത്വ. ജയ പഞ്ചതത്വ ജയ പഞ്ചതത്വ ജയ പഞ്ചതത്വ ജയ പഞ്ചതത്വ. ജയ 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 പ്രഭുപാദ പ്രഭുപാദ പ്രഭുപാദ. ജയ ജയ പ്രഭുപാദ. ജയ ജയ ഗുരുദേവ് ഗുരുദേവ് ഗുരുദേവ്. ജയ ജയ ശ്രീല ഗുരുദേവ്. നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ. നിതായ് ഗൗര ഹരി
Nitai Gaura Hari Bol, Hari Bol, Hari Bol, Nitai Gaura Hari Bol. Hare Krishna. Om Ajnana-timirandasya Jnananjana-shalakaya Chakshurusmilitam Yena Tasmai Shri Gurave Namah. Shri Chaitanya Manobhishtam Sthavitam Yena Bhutale Swayam Rupa Katamahyam Dadadi Swapadantikam Vandeham Shri Guru Shri Udapatakamalam Shri Gurum Vaishnavamsa Shri Rupam Sagrajadam Sargana Regunatanitam Tam Sajivam Sadvaitam Savadhutam Vajjana Sahitam Krishna Chaitanya Devam Shri Radha Krishna Padan Sargana Lilita Shri Vishakanitamsa He Krishna Karuna Sindho Deenabandho Jagatpade Gopesha Gopika Kanta Radha Kanta Namostude Tapta Ganjana Gaurangi Radhe Vrindavaneshwari Vishavanasude Devi Pranamami Haripriye Vanchakalpatarupasya Kripa Sindhu Bhevacha Patitanam Pavanebhyo Vaishnavebhyo Namo Namah Narayanam Namaskritya Naram Chaiva Narottamam Devim Saraswatim Vyasam Tato Jayamudire Nashtaprayeshu Abhadreshu Nityam Bhagavata Sevaya Bhagavadyuttamastoke Bhaktirthavati Naishviki Mogam Karoti Vacharam Angum Lenge Degirim Yatkripātamaham Vande Shri Gurum Dīnatarinam Paramananda Madhavam Shri Chaitanya Ishwaram Namah Vishnupadaya Krishna Preshthaya Bhutale Srimate Bhaktivedanta Swami Niti Namini Namaste Saraswate Deve Gauravani Pracharine Nirvishesha Shunyavadi Paschatya Deshakarine Jai Shri Krishna Chaitanya Shri Advaita Gadadhara Shri Vasadi Gaurabhakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama Rama Hare Krishna Hare Krishna Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Hare Krishna, Hare Om Tat Sat. നമ്മൾ വീണ്ടും ഒരു എന്താ പറയുക കാർത്തിക മാസത്തിലല്ലേ നമ്മൾ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ശരിക്കും ഇന്ന് നമ്മൾ ഒരു ലീല പറയേണ്ട ദിവസമാണ്. കാരണം ഇന്ന് ഈ ദിവസം കാർത്തിക മാസത്തിൽ ഗോവർദ്ധന ലീല നടന്ന ദിവസമാണ്. അപ്പം ഇന്ന് ഈ നമ്മുടെ കേരളത്തിൽ കുറവാണ്, പക്ഷെ എറണാകുളത്തൊക്കെ ഓരോ സ്ഥലത്ത് ആഘോഷം നടക്കുന്നുണ്ട്. ഗോവർദ്ധന ലീല നടന്ന ദിവസം ഗോവർദ്ധന പൂജ നടക്കുന്നു. ഗോവർദ്ധന പൂജ അടുത്ത വർഷം പറ്റിയ നമുക്ക് ചെയ്യാം. അത് ഗോവർദ്ധനം പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവച്ച് അധികമൊന്നും വേണ്ട, അങ്ങനെ ചെറിയതൊക്കെ വെച്ച് നല്ല രസമാണ്. അങ്ങനെ ഒരു ആഘോഷമുണ്ട്. അത് അങ്ങനെ പല രീതിയിലും ആഘോഷിക്കുന്നു. ഇപ്പൊ വൃന്ദാവനത്തിൽ ഇപ്പൊ ഗോവർദ്ധനത്തിലേക്ക് പോകാൻ പറ്റില്ല, അത്ര തിരക്കാണ്. അത്ര കുറെ പേര് പോയിട്ടുണ്ട് കൊച്ചിയിൽ. ഗോവർദ്ധന ഇപ്പൊ പരിക്രമമൊക്കെ കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ദിവസങ്ങളാണ്. ഈ കാർത്തിക മാസത്തിലെ ഇങ്ങനെ തിരക്ക് കൂടും. ഇപ്പൊ ഞാൻ തിരിച്ചു വന്നത് ഞങ്ങൾ 4-ാം തീയതി അവിടെ നിന്ന് പോന്നു. 7-ാം തീയതിയാണ് ഇത് തുടങ്ങിയത്. ആ 4-ാം തീയതി തന്നെ തിരക്ക് ഭയങ്കരമായിട്ട് കൂടി, ഭയങ്കര തിരക്കായി കഴിഞ്ഞു. എല്ലാ റൂംസൊക്കെ ബുക്കിളോ എല്ലാം ബുക്കായി. സ്ട്രീറ്റിലെ ആളുകൾ 3 മണിക്കൊക്കെ നമ്മള് 3:30-3:45 അവിടെ ഒരു വെളുപ്പിനൊരു ആരതിയുണ്ട്, അതിനു വേണ്ടി പോകാനായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു 3:30 മണിക്കൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോ ഇല്ലേ, നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. വെളുപ്പിന് ആൾക്കാർ കുളിച്ചിട്ട് ഇങ്ങനെ പലതരം ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ആചാര്യന്മാര് സ്വാമിമാര് ഓരോരോ മഠങ്ങളുടെ ഇതുണ്ടല്ലോ ആൾക്കാരവിടെ. അവരൊക്കെ വഴിയിൽ ഇങ്ങനെ അപ്പൊ അവിടെ എന്താ ദിവസവും ഒരു ഈ പേപ്പറിലുണ്ടായിരുന്നു എന്തോ ഒരു മഹാരാജ് എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു, അദ്ദേഹം അതിൽ പാസ് ചെയ്യും. ആ പാസ് ചെയ്യുമ്പോ അവരുടെ ഭക്തര് വന്നിട്ട് നിൽക്കുക, കിലോമീറ്ററുകളോളം വെളുപ്പിനാന്ന് ആലോചിക്കുന്നത്. ഭയങ്കര ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത്. അതൊക്കെ ഇങ്ങനെ നടക്കണം. അപ്പൊ അത് കൂടുതൽ
ഈ മാസം നടക്കും. അപ്പൊ ഇന്നത്തെ പ്രത്യേകത വെച്ചാൽ ഗോവർദ്ധന ലീലയാണ്. അത് എല്ലാവർക്കും അറിയാലോ. അതായത് ഈ അത് നമ്മൾ പറയുന്ന ഈ ദാമോദര ലീലയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതെല്ലാം ഈ മാസം. കാരണം ഈ ഉണ്ണികൃഷ്ണൻ ഏറ്റവും കൂടുതൽ ലീല നടത്തിയിട്ടുള്ള മാസം ഈ കാർത്തിക മാസത്തിലാണ്. ഈ പറഞ്ഞ പോലെ ഗോവർദ്ധന ലീല, നരകാസുര വധം, ഇതൊക്കെ ഈ ഇത്. അപ്പോ ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും ഒരു ചുരുക്കത്തിൽ നമ്മൾ ഒരു ലീല പറയുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോ അത് എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ ദാമോദര ലീലയെല്ലാം കഴിഞ്ഞിട്ട് ആ മരമെല്ലാം മരുത്വമരമൊക്കെ മറിഞ്ഞു വീണ് അവർക്ക് മോക്ഷമൊക്കെ കിട്ടുമല്ലോ. അതിനുശേഷം ഇവര് പറയും, ഈ നന്ദമഹാരാജാവിന്റെ ഒരു അനിയനുണ്ട്, അദ്ദേഹം പറയും, അതായത് ഇവിടെ ഈ കംസൻ ഇതുപോലെ പലതുമൊക്കെ കാണിക്കും, പല ഇതുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ലൊക്കേഷൻ ഇത് ഇത്തിരി സേഫ്റ്റി കുറവുണ്ട്, നമുക്ക് വേറെ സ്ഥലത്തേക്ക് വന്നോട്ട് അവരവിടെ നിന്ന് നീങ്ങുകയാണ്. അങ്ങനെ അങ്ങനെയാണല്ലോ നീങ്ങും. അപ്പൊ അവരെല്ലാവരും പശുക്കളെ എല്ലാം ആയിട്ട് അവരങ്ങനെ മാറിയിട്ടാണ് അവർ ഗോവർദ്ധന ഭാഗത്തെത്തിയിട്ട്. അപ്പൊ അവിടെ വരുമ്പോ എന്താ, അവിടെ പ്രജവാസികൾ അവിടെ ഉണ്ട്. അപ്പൊ കൃഷ്ണൻ അവിടെ കാണുന്ന കാഴ്ച എല്ലാവരും ഇന്ദ്രനെ പൂജിക്കുന്ന ഒരു കാഴ്ച അവിടെ എല്ലായിടത്തും ഉണ്ടത്. ഇന്ദ്രൻ എന്താ വെച്ചാൽ ഇന്ദ്രനാണ് എല്ലാം നമുക്ക് മഴ തരുന്നു, ആ മഴ കൊണ്ട് നമുക്ക് ഇതുണ്ടാവുന്നു, മറ്റേ എന്താ പറയുക പച്ചക്കറികൾ അതൊക്കെ ഉണ്ടാവും, ധാന്യങ്ങൾ ഉണ്ടാവുന്നു. ഇന്ദ്രനെ പൂജ. അപ്പൊ കൃഷ്ണൻ പറയും, നമ്മളെന്തിനും ഇന്ദ്രനെ പൂജ ചെയ്യുന്നത്? ഈ കൃഷ്ണൻ ഇങ്ങനെ ഇവരെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഗോപന്മാരൊക്കെ ആയിട്ട് നടക്കുവാണ്. അപ്പൊ നമുക്കെല്ലാം തരുന്നത് ഗോവർദ്ധനത്തിൽ നിന്നല്ല നമുക്ക് എല്ലാം കിട്ടുന്നത്, ഗോവർദ്ധന പർവ്വതത്തിൽ നിന്നാണ് എല്ലാം കിട്ടുന്നത്. എല്ലാ സാധനവും അവിടെ നിന്നാണ് കിട്ടുന്നത്. നമുക്ക് കഴിക്കാനുള്ള എല്ലാം അവിടെ ഉണ്ട്, പശുക്കളും മേയുന്ന അവിടെയാണ്. അപ്പൊ നമ്മൾ ഗോവർദ്ധനത്തിനല്ലേ പൂജിക്കേണ്ടത്? അപ്പൊ ഇവര് പറയും അല്ലല്ലോ, നമ്മൾ പണ്ട് മുതലേ ഇന്ദ്രനെയല്ലേ നമ്മൾ പൂജിക്കുന്നത്. അതെന്തിനാ? നമ്മൾ ഗോവർദ്ധന നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാമല്ലോ, ഗോവർദ്ധന നമുക്ക് തരുന്നതെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ ഒന്നും അല്ല പൂജിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ പറഞ്ഞ് എല്ലാവരും കൂടി നന്ദമഹാരാജന്റെ അടുത്തുകൊണ്ട് പുത്രൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പുത്രൻ അതാ പറയുന്നത് അത് ചെയ്യാന്ന് പറഞ്ഞു. ഇത്തവണ കൃഷ്ണൻ പറയില്ല അങ്ങനെ ചെയ്താൽ ഗോവർദ്ധന പൂജ ചെയ്യും. അപ്പൊ ഈ ഈ ഗോവർദ്ധന പൂജ എങ്ങനെയാന്ന് വെച്ചാൽ ഇന്ദ്രന് കൊടുക്കുന്ന പോലെ തന്നെ എല്ലാ ആഹാര സാധനങ്ങളും പല വളരെ രുചികരമായി ഉണ്ടാക്കിയിട്ട് ഗോവർദ്ധനത്തിന് ചുറ്റും കൊണ്ട് ഇവര് സമർപ്പിക്കും. അങ്ങനെ സമർപ്പിക്കും. ചപ്പൻ പോകുന്നവർക്ക് ഇങ്ങനെ വെക്കും. അപ്പോ ഇത് കണ്ട് ഇന്ദ്രൻ ഇതെന്താണ് ഈ ആരായി ബാലൻ എന്ന് പറയില്ല. ഇന്ദ്രന് ഈ ലീല മനസ്സിലായിട്ടില്ലല്ലോ, ഭഗവാനെ ആർക്കും തിരിച്ചറിയില്ല നല്ലത്. ഇന്ദ്രന് ഒരു പൈശുവിനെ മേച്ചു കിടക്കുന്ന ഒരു കൊച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവർ ഒരു പാഠം പഠിപ്പിക്കുന്നത്? ഇവരുടെ മെയിൻ വരുമാനം എന്താ? പശുക്കളല്ലേ. ഒരു കാര്യം, മഴ പെയ്ച്ചിട്ട് പശുക്കളെല്ലാം ചത്തുപോകുമല്ലോ. അപ്പൊ പിന്നെ ഇവര് എന്റെ കാല് പിടിക്കാൻ വരുന്നുള്ളതിൽ 7 ദിവസമാണ് മഴ, അതായത് ഫ്ലഡ് വരുന്നു, മഴ എങ്ങനെ പെയ്യും. അപ്പൊ ഇവര് കണ്ടോ, നമ്മൾ അന്നേ കൃഷ്ണൻ പറഞ്ഞു കേട്ട് നമ്മൾ ചെയ്ത അബദ്ധമായി എന്നൊക്കെ പറഞ്ഞ് ഇവര് ഇതാവുമ്പോൾ കൃഷ്ണൻ ഒന്നും പേടിക്കണം. അതുകൊണ്ട് ഈ ഗോവർദ്ധന പർവ്വതം തന്നെ, ഗോവർദ്ധനം നിങ്ങൾ ഗോവർദ്ധനത്തിന് നിങ്ങൾ പ്രസാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗോവർദ്ധനം നമ്മളെ സംരക്ഷിക്കും, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്നോട്ട് കൃഷ്ണൻ എന്ത് ചെയ്യും? ഇടത് കേട്ട് ചെരുപേരിൽ 5 പൈസ ഉള്ളൂ ഈ പർവ്വതത്തിനെ ഉയർത്തിയിട്ട് അതിന്റെ ചുറ്റില്, അപ്പൊ ഈ ഗോവർദ്ധന പർവ്വതം അത്ര വലുതാണ്. അപ്പൊ അതിന്റെ ചോട്ടിൽ എന്ത് ചെയ്യും? മുഴുവൻ വ്രജവാസികൾ വന്ന് അവരവിടെ താമസവും. അവിടെ 7 ദിവസം അവർക്ക് ഏറ്റവും സുവർണ കാലമാണ് വ്രജവാസികൾക്ക്. എന്താ വെച്ചാൽ 7 ദിവസം കൃഷ്ണൻ എവിടെയും പോവില്ല. മറ്റത് കൃഷ്ണനെ കാണാൻ കിട്ടില്ല ആർക്കും, ഗോപീസിന് കിട്ടില്ല, ഗോപന്മാർക്ക് കിട്ടില്ല, അച്ഛനും അമ്മയ്ക്ക് കിട്ടില്ല, വ്രജവാസികൾക്ക്. ഇതങ്ങനെയല്ല, എല്ലാ ദിവസവും കൃഷ്ണൻ എവിടുന്ന് മാറില്ലല്ലോ. കൃഷ്ണൻ ഇങ്ങനെ നിൽക്കുക, 7 ദിവസം കൃഷ്ണൻ നിൽക്കുന്നു. ഇവര് ചുറ്റും ആനന്ദ നൃത്തം തകർക്കുകയാണല്ലോ, അവര് പാട്ട് ഡാൻസ് ഇതെല്ലാം തന്നെ. അങ്ങനെ നടന്ന ലീലയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അപ്പൊ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ അതെല്ലാം അങ്ങനെ ഒരുപാട് ലീലകൾ നടന്ന ഒരു മാസമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, പശുക്കളെ മേയ്ക്കാൻ പോയ ആദ്യമായിട്ടും ഈ കാർത്തിക മാസത്തിലാണ്. മനസ്സിലല്ലേ? വെണ്ണ കട്ടു എന്ന് നമ്മൾ പറയല്ലേ, പഴം മോഷ്ടിക്കുന്നില്ല ശരിക്കും, പക്ഷെ നമ്മൾ പറയുന്നത് പഴം മോഷ്ടിക്കുന്നു. വെണ്ണ മോഷ്ടിച്ചതും ഈ കാർത്തിക മാസത്തിൽ ആദ്യമായിട്ട്. അതെല്ലാം നടക്കും. എന്തുകൊണ്ടാണ് നമ്മൾ കൃഷ്ണൻ വെണ്ണ മോഷ്ടിക്കുന്നത്? എന്താണ് കൃഷ്ണൻ ഏറ്റവും ഇഷ്ടം? പാലുൽപ്പന്നങ്ങളുമാണ്. എന്തുകൊണ്ട് ആപ്പിളോ മാങ്ങയോ അല്ലെങ്കിൽ അങ്ങനത്തെ ചക്കയൊന്നും ഇഷ്ടപ്പെടാതെ ഈ പാൽ പ്രൊഡക്റ്റില് അല്ലെങ്കിൽ ഈ വെണ്ണയമേ എന്താ പിടിച്ചിരിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് കൃഷ്ണൻ അവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് ആ ലീല കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്? കൃഷ്ണൻ നമ്മളെപ്പോഴും പറയുമ്പോൾ പാലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ, ഈ പാല് കുടിക്കുന്നിടത്തുനിന്ന് അമ്മ ഇറക്കിയപ്പോഴാണ് അവിടെ നിന്ന് തന്നെ പ്രശ്നം തുടങ്ങുന്നത് അല്ലെ. പാല്, തൈര്, വെണ്ണയാണ് ഏറ്റവും ഇഷ്ടമായിട്ട് വരുന്നത്. ഈ പാലിന് തന്നെ പല പ്രത്യേകതകളുണ്ട് അല്ലെ. പാലും വെണ്ണയും തൈരും എല്ലാം കേടാവും, പക്ഷെ അതിനെ നെയ്യാക്കി സൂക്ഷിച്ചാൽ അല്ലെ, ഈ നെയ്യ് എവിടെയുണ്ട്? ആ പാലിലുണ്ട് അല്ലെ. ഈ നെയ്യ് ആ പാലിലുണ്ട്, പക്ഷെ അത്
പാല് തൈരായി, തൈര് കടഞ്ഞ് വെണ്ണയായി, വെണ്ണ ഉരുക്കുമ്പോൾ നെയ്യായി, പിന്നെ അത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കും അല്ലെ നോക്കി. അപ്പൊ ആ ഒരു 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 സാധനത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ, നമുക്ക് വേറെ സാധനം അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലെ, അത്രയും പ്രത്യേകത. ഇതെന്താന്ന് വെച്ചാല് നമ്മൾക്ക് ഭക്തി എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ എന്താ പറയുന്നത്, സ്നേഹത്തിന്റെ ഏറ്റവും മൂർത്തിമത് ഭാവം എന്നല്ലേ പറയുന്നത്. ഈ ഭക്തി എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പൊ ഈ സ്നേഹം നമ്മുടെ ഈ ഇവിടെ നമ്മൾ കാണുന്ന ഈ ഭൗതിക പ്രപഞ്ചത്തിൽ, ഏത് പ്രപഞ്ചത്തിൽ എവിടെയായാലും സ്നേഹത്തിന്റെ ഏറ്റവും ഉത്തുംഗമായത്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്ന സ്നേഹം ഏതാണെന്നറിയും? ആര് തമ്മിലുള്ള സ്നേഹമാണെന്നറിയും? ഇവിടെ ഭൗതിക ലോകത്തിൽ അമ്മയും ഒരു കുഞ്ഞുമായിട്ടുള്ള സ്നേഹം. എപ്പോൾ ഇമ്പോർട്ടൻറ്റ്, ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്. പാല് കുടിക്കുന്ന സമയത്ത്, ഒരു കുഞ്ഞ് പാല് കുടിക്കുന്ന സമയത്തുള്ള അമ്മയും കൊച്ചും തമ്മിലുള്ള സ്നേഹമാണ് ഏറ്റവും പരിശുദ്ധമായത്, ഏറ്റവും ടോപ്പ് മോസ്റ്റ്. എന്തുകൊണ്ടാണ്? ആ പാല് കുടി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ കൊച്ചിന് വിവരമൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇവര് തമ്മിൽ തെറ്റും. കാരണം വെച്ചാല് കണ്ടീഷൻ വരും. ആ പാല് കുടിക്കുന്ന കുഞ്ഞിനോട് അമ്മയ്ക്ക് യാതൊരു കണ്ടീഷനും ഇല്ല അല്ലെ. ആ കൊച്ചു എന്ത് കാണിച്ചാലും അമ്മ എല്ലാം സഹിച്ചിട്ട് അവിടെ ഒരു പ്രത്യേക സന്തോഷമാണ് ആ അമ്മ അനുഭവിക്കുന്നത്. ശരിയല്ലേ? അതേ സമയം ആ കൊച്ചു വലുതായി സ്കൂളിൽ പോകാൻ തുടങ്ങി വരുമ്പോൾ ഈഗോ ക്ലാഷ് ഒക്കെ ആരംഭിക്കും അല്ലെ. എല്ലാം നാച്ചുറലാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ആ ബന്ധം. അപ്പോ നമുക്ക് ടൈം ഫാക്ടർ ഉണ്ട് നമ്മുടെ മെറ്റീരിയൽ വേൾഡിൽ. അതുകൊണ്ട് ആ ഒരു കാലം, ആ അമ്മ മുലയൂട്ടുന്ന കാലം, പാല് കുടിക്കുന്ന ആ ഒരു പ്രായമാണ് ഈ കുട്ടിയും ഈ കുഞ്ഞും തമ്മിൽ ഏറ്റവും ഇതുള്ളത് അല്ലെ. ഈ ഒരു സ്നേഹത്തിന് നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ. പക്ഷെ അതിനെ മെറ്റീരിയലായിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? ഈ ഒരു സ്നേഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആ പാലാണ്. ആ പാലാണ് ആ സ്നേഹം ആയിട്ട് വരുന്നത്. ആ പാല് ആണ് ആ സ്നേഹത്തിന്റെ ഭൗതികമായ റെപ്രസെന്റേഷൻ. ഈ കുട്ടി കുറച്ചുകൂടി വലുതായാലും പിന്നെ ഏത് പാലാ കുടിക്കുന്നത്? പിന്നെ പശുവിന്റെ പാലാ കുടിക്കുന്നത് അല്ലെ. ശരിയല്ലേ? പിന്നെ ആ കുട്ടി വലുതായി എത്ര വയസ്സായി മരിക്കുന്നത് വരെ കുടിക്കുന്നത് പശുവിന്റെ പാലാണ്. അപ്പൊ അതും ഒരു അമ്മയല്ലേ പശു. അത് ഗോമാത നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ പശുവിന്റെ ഇമ്പോർട്ടൻസ് എന്താ? അത്രയും ഔഷധ ഗുണമുള്ള ഒരു പാലാണ്, ഒരു വസ്തുവാണ് ആ പാലെന്ന് പറയുന്നത്. അപ്പോ ആ പാല് ഈ അമ്മയുടെ പാല് പോലെ അതും ഒരു അമ്മ. ആ പാലിലാണ് പിന്നെ എല്ലാവരും വളരുന്നത്. ഈവൻ സ്വന്തം അമ്മയുടെ പാല് പോലും കുടിക്കാതെ പശുക്കളുടെ പാല് മാത്രം കുടിച്ച് വളരുന്ന കുട്ടികളുണ്ട്, സാഹചര്യം കൊണ്ട് അല്ലേ. അപ്പൊ പശുവിന് അതിലും, അതായത് ഇവിടെ പറഞ്ഞ ഈ അമ്മമാരിനേക്കാൾ ഒരു ഇമ്പോർട്ടൻസ് അവിടെ പോവുകയാണ്. കാരണം അതിലാണ് പല കുഞ്ഞുങ്ങളും വരുന്നത്. ഇനി ആ പാലിന്റെ ഒരു വേറൊരു, അതായത് ആ വെണ്ണ എന്ന് പറയുന്ന ആ പാലിൽ നിന്ന് അല്ലെ, തൈര് അതിൽ നിന്ന് കടഞ്ഞെടുക്കുന്ന അതിന്റെ ഒരു സത്തായിട്ടാണ് വെണ്ണയെ കണക്കാക്കുന്നത്. അപ്പോൾ വെണ്ണ എന്ന് പറയുന്നത് വെച്ചാൽ ആ സ്നേഹത്തിന്റെ, നേരത്തെ പറഞ്ഞ ആ ഒരു പാല് ഊട്ടുന്ന കുഞ്ഞിന്, അമ്മയ്ക്ക് ആ കുഞ്ഞിനോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ഒരു എന്താ പറയുന്നത്, അതിന്റെ ഒരു സത്ത് എന്നൊക്കെ പറയുന്നതാണ് വെണ്ണ. അപ്പൊ ഈ വെണ്ണ ആരുണ്ടാക്കിയിരുന്ന വെണ്ണയാണ് കണ്ണൻ എടുക്കുന്നത്? അത് ഗോപീസാണ്, ഗോപികമാരുടെയാണ്. വീട്ടുകളിൽ കയറി ഇത് മോഷ്ടിക്കുന്നത്, അവര് പരാതി പറയാനുണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം ഈ വെണ്ണ എന്ന് പറയുന്നത്, ഈ സ്നേഹത്തിന്റെ വെണ്ണ എന്ന് പറയുന്നത് സത്യത്തിൽ അവരുടെ ഹൃദയമാണ് കണ്ണൻ എടുക്കുന്നത്. വെണ്ണ റെപ്രസെന്റ് ചെയ്യുന്നത് ആ സ്നേഹമുള്ള ആ ഹൃദയമാണ്. അപ്പോ ഈ വെണ്ണ നമ്മളുടെ വെണ്ണ പോലെ ഇതുപോലെ നമ്മുടെ ഹൃദയം ഭഗവാൻ എടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മുടെ കാര്യം പിന്നെ രക്ഷപ്പെട്ടു. പക്ഷെ അത് എടുക്കണമെങ്കിൽ നമുക്ക് ആ പ്യൂരിറ്റി വേണം. പക്ഷെ എന്തുകൊണ്ടാണ് ഗോപീസിന്റെ, വ്രജവാസികളായ ഈ വൃന്ദാവനത്തിലെ ഗോപീസിന്റെ വെണ്ണ എടുക്കുന്നതെന്ന് വെച്ചാല്, കണ്ണന് ഈ വെണ്ണ ഇഷ്ടമാണ്. ഇത് വീട്ടിലില്ലാഞ്ഞിട്ടൊന്നുമല്ല. കാരണം അത് നന്ദ മഹാരാജാവിന്റെ വീടാണ്, അവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ. പക്ഷെ കണ്ണന് ഇങ്ങനെ സർക്കിട്ട് അടിച്ചിട്ട് ഇത് ഓരോ വീട്ടിൽ നിന്ന് വേണം, പല പല ടേസ്റ്റ് അറിയും. അപ്പോ ഈ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ഒരു വീട്ടിൽ ചെന്നിട്ട് എനിക്ക് പാല് വെണ്ണ ഉണ്ടെന്ന് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ കണ്ണനെ കാണുമ്പോൾ നമ്മുടെ ഇതില് നമ്മൾ ചൊല്ലുന്ന പോലെ, മറ്റേ ദാമോദരാഷ്ടത്തിലില്ലേ, എന്താ പറയുന്നത്, സെക്കൻഡ് ലൈൻ, രസത് കുണ്ടലം ഗോകുലേ. അപ്പൊ ആ കുണ്ടലം, അതായത് അതിന്റെ ബാക്ക് സൈഡിലെ മീനിങ്ങിൽ വായിച്ചേക്കാണ്. അതായത് ആ കുണ്ടലങ്ങളെ കണിഞ്ഞിട്ട് ഭഗവാൻ കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഇറങ്ങുമ്പോ തന്നെ അതിന്റെ ആ ശോഭയിൽ തന്നെ അവിടെ, അതായത് നമുക്കൊന്ന് ഇമാജിൻ, അത്ര ഭംഗിയാണ് കൃഷ്ണനെ കാണാനും. ആ കൃഷ്ണൻ വരുമ്പോഴുള്ള ആ പ്രഭാവം അത്ര ഇതാണ്. അവിടെ സൂര്യനും ചന്ദ്രനും ഒന്നും ഇല്ല, അവിടെ എല്ലാം ഗോലോക വൃന്ദാവനത്തിൽ ഇതാണ്. അപ്പൊ ഈവൻ
ഗോലോകം എന്നാണ് ഭഗവാന്റെ നാമത്തിന് പേരിട്ടത്. ഗോലോകം അല്ലെ, പശുവായിട്ട് ബന്ധപ്പെടുത്തി ഗോലോകം. നമ്മളാണ് നമ്മുടെ പേരൊക്കെ അല്ലേ ഇടുന്നത്, വീടിന് നമ്മുടെ പേര് ചേർത്തത്. അത് ഗോലോകം ഏറ്റവും പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് ഗോലോകം എന്ന പേര്. കൃഷ്ണലോകം എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്, ഗോലോക വൃന്ദാവനം. അപ്പോ ഇങ്ങനെ ഓരോ വീട് തോറും ഇങ്ങനെ കയറി അടങ്ങിക്കുമ്പോ അവരെന്ത് ചെയ്യും, ഗോപീസ് എന്ത് ചെയ്യും, കൃഷ്ണനെ ഇവിടെ വേണം കുറച്ചു നേരം. അപ്പൊ എന്ത് ചെയ്യും, അവര് പറയും ആ കണ്ണന് വെണ്ണ ഇഷ്ടം പോലെ തരാം, കാരണം ഒരു പാട്ട് പാടും എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നു. ഇവരപ്പോ ഒരു വീട്ടിൽ ചെന്ന് കൃഷ്ണൻ പാട്ട് പാടുമ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് വെണ്ണ എടുത്തിട്ട് തേച്ച് കൊടുക്കും മുഖത്ത്. ഈ നമ്മളിപ്പോ കേക്കൊക്കെ മുറിക്കുമ്പോൾ ചെയ്യില്ലേ, അതിന്റെ ആദ്യ രൂപം. അപ്പോ ഇത് ചെയ്തു. അപ്പൊ അവിടെ നിന്ന് വേറെ ഒന്നും കൊടുത്തില്ല. അപ്പൊ അടുത്ത വീട്ടിൽ ചെന്ന് അവിടെ ചിലപ്പോ കണ്ണൻ ഒരു നൃത്തം ചെയ്യും, കണ്ണൻ നൃത്തം ചെയ്യും, വെണ്ണ എന്ത് ചെയ്യും, അടുത്ത പൊട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ച് വീടുകൾ കയറുമ്പോ കണ്ണൻ ഇങ്ങനെ കുറെ മുഖത്ത് നിറയെ കുറെ വെണ്ണ തേച്ച് കിട്ടുമ്പോ കണ്ണൻ ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവരെന്നെ പറ്റിച്ചോണ്ടിരിക്കും. അപ്പൊ കണ്ണൻ ആലോചിക്കും, അല്ല ഞാൻ എന്തിനാണ് ഇവരോട് ചോദിക്കുന്നത്, ഇതൊക്കെ ആരുടെയാ, ഇതാരാ ഇതിന്റെ ഉടമസ്ഥൻ, കൃഷ്ണൻ തന്നെ അല്ലെ, ഇതല്ലേ എന്റെ അല്ലേ, ഞാൻ ഇവരോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കൃഷ്ണൻ എന്ത് ചെയ്യും, നേരെ കയറി അവരില്ലാത്ത നേരത്തെ ഊങ്ങിയിലൊക്കെ അടിച്ചു മാറ്റാൻ ആരംഭിക്കും. അതെല്ലാം ഈ അങ്ങനെ ഒരു മോഷ്ടാവെന്നുള്ള പേര് വന്നു. സത്യത്തിൽ കൃഷ്ണൻ മോഷ്ടിക്കുന്നില്ല, കൃഷ്ണന്റെ തന്നെയാണ് ആ വെണ്ണ അത് എടുക്കുക. അപ്പൊ അതതിനെ ഒരു സൂചിപ്പിക്കുന്നു. പിന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ ഗോപീസിന്റെ ആ വീട്ടിൽ കയറി ആ വെണ്ണ മോഷ്ടിക്കുന്നത് വെച്ചാൽ അവരുടെ സ്നേഹത്തിന്റെ ആഴം അറിയും. ഇവരിങ്ങനെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ സ്നേഹത്തിന്റെ ഇതാണത്. കാരണം അത്രയും, അതായത് നമ്മള് ഈ കൃഷ്ണപ്രേമത്തിന്റെ ടോപ്പ് മോസ്റ്റ് ഭാവം എന്ന് പറയുന്നത് ഗോപികമാരുടെ സ്നേഹമാണ്, അതിൽ ഗോപികമാരുടെ ഭക്തിയാണ് ഏറ്റവും. നമ്മുടെ ശാസ്ത്രപ്രകാരം പറയുന്നത് നമ്മൾ എത്ര വലിയ ഭക്തനായിക്കോട്ടെ, വലിയ സ്വാമി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, പക്ഷെ ഗോപികമാരുടെ ആ ഭക്തിയുടെ മുകളിൽ ആർക്കും പോകാനാവില്ല. അതാണ് ഏറ്റവും ടോപ്പ്. ഒരുപാട് കഥകളും ഇതൊക്കെ ഉണ്ട് അതിനകത്ത്. ഇപ്പൊ ഒരു ഇത് കേട്ടിട്ടുണ്ടാവും. ഇപ്പോ ഒരു ദിവസം നാരദനും ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പല നാരദന്റെ രീതിയിൽ വരുന്നതാണ്. കാരണം നാരദൻ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഓരോ ഇതൊക്കെ തട്ടുമുട്ടൊക്കെ കൊടുക്കും. നാരദൻ ഭക്തനാണ്, ഭയങ്കര ഭക്തനാണ് ഭഗവാൻ. അപ്പൊ നാരദരെ ഒരു ദിവസം ചെല്ലുമ്പോ നാരായണ നാരായണ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോ ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ്, എനിക്ക് വേറെ തലവേദന. ഭഗവാന് തലവേദനയെ കുറുന്തോട്ടിക്ക് വാദം എന്നൊക്കെ പറഞ്ഞ ഭഗവാന് തലവേദന എന്താ പറയാ, ആ തലവേദന, പക്ഷെ അതിന്റെ സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. അതായത് എന്റെ ഒരു ഏതെങ്കിലും ഒരു ശുദ്ധ ഭക്തന്റെ കാലിന്റെ അടിയിലത്തെ മണ്ണ്, പാദധൂളി ഇവിടെ കൊണ്ട് തേച്ച എന്റെ വേദന മാറും, തലവേദന മാറും, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പൊ തന്നെ ആളെ കണ്ടുപിടിക്കും. അല്ലെ, നാരദൻ എന്തിനാ പോണത്, അങ്ങന്റെ വലിയ ഭക്തനല്ലേ, അങ്ങയുടെ പാദത്തിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് പെരട്ടി ഇപ്പൊ പണി കഴിഞ്ഞില്ലേ, അയ്യോ ഞാൻ ആ മഹാപാപം ചെയ്യില്ല. പറയും ഞാനോ, ഞാൻ ഭക്തനാണ്, പക്ഷെ ഞാനത് എന്റെ പാദത്തിൽ നിന്ന് മണ്ണെടുത്ത് ഭഗവാന്റെ തലയിൽ തൂത്ത ആ മഹാഭാവം ഞാൻ ഏത് നരകത്തിൽ പോയി വീഴുന്ന എനിക്ക് പറയാൻ പറ്റില്ല, ഞാനത് ചെയ്യില്ല. ഞാൻ ആരെങ്കിലും തപ്പിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നാരദര് പോയിട്ട് ഈ 17-14 ലോകത്തിൽ ദേവി ദേവതകളോടെങ്കി മനുഷ്യരിലും എല്ലാവരുടെ അടുത്ത് പോയി ചോദിക്കും. എല്ലാവരും പറയും, അയ്യോ ഇത് അവര് ഭക്തന്മാരാണ്, പക്ഷെ അയ്യോ ഞാനില്ല, എന്റെ പാദത്തിന്റെ മണ്ണുകൊണ്ട് ഭഗവാന്റെ തലയിൽ വെച്ച് കഴിഞ്ഞാല് അതിപ്പരം പാപം എന്താ എനിക്ക് സംഭവിക്കുന്നത് പറയാൻ പറ്റും. ഒരാളെയും കിട്ടാണ്ട് തിരിച്ചു വരും. തിരിച്ചു വന്നേക്കും ഭഗവാൻ എന്തായി പറഞ്ഞില്ല, ഭക്തന്മാരുണ്ട്, പക്ഷെ അവരെല്ലാവരും പറയുന്നത് അവര് നരകത്തിൽ പോകും, അതുകൊണ്ട് അവര് തയ്യാറല്ല. നിങ്ങൾ വൃന്ദാവനത്തിൽ ഗോപികമാരോട് ചോദിച്ചൊന്നും ഇല്ല, അവിടെ പോയിട്ടില്ല, അതുകൂടി ചോദിക്കാൻ പറയാം, എന്നാ അതും കൂടി തീർത്തേക്കാൻ പറഞ്ഞു. നാരദൻ അവിടെ ചെന്നു. അവർ തന്നെ ഗോപീസ് നാരദനെ കണ്ടപ്പോൾ തന്നെ ഓടി വന്നു. എന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി, പറഞ്ഞു കൃഷ്ണന് തലവേദനയാണ്. അയ്യോ, അപ്പൊ അത് പറഞ്ഞു ഒറ്റ മാർഗ പറയുന്നത്, കണ്ണൻ പറയുന്നത് ഈ ഭക്തന്മാര് കൃഷ്ണനെ അകമഴിഞ്ഞ് ഭക്തി ആരാധിക്കുന്നവരുടെ കാലില് പാദധൂളി. അപ്പൊ തന്നെ അവര് കാലെല്ലാവരും പറഞ്ഞ് കഴിയുമ്പോഴേക്കും തൂത്തു തുടങ്ങി. തൂത്തവരെടുത്ത് പൊതിഞ്ഞു കൊടുത്തു തുടങ്ങി. അതാ കൊണ്ടുപോയിക്കൊള്ളാൻ പറ്റും. നാരദര് ഞെട്ടി. നാരദര് ചോദിക്കും, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, നിങ്ങൾക്ക് വല്ല എന്താ ചെയ്യുന്നതിനെ കുറിച്ച് വല്ല ബോധമുണ്ടോ, നിങ്ങൾ ഈ പാദധൂളി കൊണ്ട് വെച്ച് നിങ്ങൾ എവിടെ പോയി വീഴുന്നു നിങ്ങൾക്ക് അറിയോ? അതൊന്നും ഞങ്ങള് ബോധേനല്ല, അതൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ ചിന്തില്ല. ഇപ്പൊ കണ്ണന്റെ തലവേദന മാറില്ല, അതാണ് ഗോപീസുമായിട്ടുള്ളത്. അങ്ങനത്തെ കുറെ കഥകളുണ്ട്. അതായത് അത്രയും അവര് അവരുടെ കാര്യമല്ല നോക്കുന്നത്, ഇവർക്ക് കൃഷ്ണന്റെ സന്തോഷം. അതാണ് നമ്മുടെ ഇന്ദ്രിയാസ്വാദനമല്ല, ഭഗവാന്റെ ഇന്ദ്രിയത്തിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ആയിരിക്കും ഒരു ഭക്തന്റെ ഇന്നും. അതാണ് ടോപ്പ് മോസ്റ്റ് ഭക്തി. ഒരുപാട് ലീലകളുണ്ട്. ദാമോദര ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം ഹരേ കൃഷ്ണ. നമ്മള് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് പോവാം.
പിന്നെ ഇതിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ നമ്മളിത് എത്ര തവണ ഇങ്ങനത്തെ ഇത് പറഞ്ഞാലും നമുക്കിതിനകത്ത് മടുക്കില്ല. അത് മാത്രമല്ല ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മള് ഭൗതികമായ കാര്യങ്ങൾ എത്ര തവണ പറഞ്ഞാലും അത് നമുക്ക് മടുപ്പ് ഉണ്ടാക്കുന്നു മാത്രമല്ല അത് നമുക്ക് ബന്ധനം ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ രണ്ടുപേര് ചേർന്നിട്ട് മൂന്നാമതൊരാളെ കുറിച്ച് പറഞ്ഞു എന്ന് വെച്ചോ, അപ്പൊ എന്ത് സംഭവിക്കും? ആ വ്യക്തിയുടെ കർമ്മഫലം ഇങ്ങോട്ട് ഷെയർ ചെയ്യപ്പെടും. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ജന്മം എടുക്കണം, ഇതെല്ലാം അനുഭവിക്കാം. എന്നുവെച്ചാൽ നമ്മൾ രണ്ടുപേര് ചേർന്നിട്ട് ഭഗവാനെ കുറിച്ചാണ് പറയുന്നത് വെച്ചോ, ഒരു ബന്ധനവും നമുക്കില്ലാന്ന് മാത്രമല്ല നമ്മുടെ ഹാർട്ട് പ്യൂരിഫിക്കേഷൻ നടക്കും. ഹാർട്ടിന് അതായത് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അത് നമുക്ക് ഒരു ഈ സൈക്ലിക് മറ്റേ ബർത്ത് ഡെത്ത് സൈക്കിൾ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്. അതാണ് എപ്പോഴും നമ്മൾ വേറെ ഒരാളുടെ വ്യക്തിയുടെ കാര്യം നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ഭഗവാന്റെ കാര്യം തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം ശ്ലോകം 16. നാസതോ വിദ്യതേ ഭാവോ നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോന്താ ഉഭയോരപി ദൃഷ്ടോന്താ സ്ത്വനയോസ്തത്വദർശിഭിഃ സ്ത്വനയോസ്തത്വദർശിഭിഃ നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോന്താ സ്ത്വനയോസ്തത്വദർശിഭിഃ. ഹരേ കൃഷ്ണ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോന്താ സ്ത്വനയോസ്തത്വദർശിഭിഃ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോന്താ സ്ത്വനയോസ്തത്വദർശിഭിഃ. വായിച്ചോട്ടെ, വായിക്കണ്ടാരെ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ടോന്താ സ്ത്വനയോസ്തത്വദർശിഭിഃ. വേർഡ് മീനിങ് വായിക്കാം. അസതഃ അസത്തിന് ഇല്ലാത്തതിന് ഭാവഃ ഭാവം ഉണ്ടെന്നുള്ള അവസ്ഥ ന വിദ്യതേ ഇല്ല സതഃ സത്തിന് ശാശ്വതമായതിന് അഭാവഃ അഭാവം ഇല്ലായ്മ ന വിദ്യതേ ഇല്ല കിന്തു എന്നാൽ തത്വദർശിഭിഃ തത്വദർശികളാൽ അനയോഹ ഈ ഉഭയോ രണ്ടിൻ്റെയും അന്തം ദൃഷ്ടം ദർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. വിവർത്തനം വൈഷ്ണവ. ഇല്ലാത്തതായ ഒന്നിന് ഭൗതിക ശരീരം നിലനിൽപ്പില്ല, സനാതനമായതിന് ആത്മാവിന് നാശവുമില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ. രണ്ടിൻ്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത്. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്ന അതായത് ലമന്റേഷന്റെ അല്ലെ കൗണ്ടർ ആർഗ്യുമെന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ അതിന്റെ തന്നെ ഒരു കഴിഞ്ഞ ശ്ലോകത്തിന്റെ ഭഗവാൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഭഗവാൻ പറഞ്ഞു എല്ലാ മാത്രാസ്പർശാസ്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അല്ലെ തിദിക്ഷസ്വ പറഞ്ഞു, നീ സഹിക്കണം, കാരണം ഇത് സുഖദുഃഖം പോലെയാണ്, നീ സഹിക്കണം. ഞാനെന്തിനു സഹിക്കണം എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, കാരണം ഇത് സഹിച്ചാൽ
സമചിത്തനായി നിനക്ക് നിന്നാൽ, അതായത് സുഖവും ദുഃഖവും ജീവിതത്തിൽ വരുന്ന സുഖവും ദുഃഖവും ഒരുപോലെ സഹിക്കാൻ നിനക്ക് സാധിച്ചാൽ, അതുകൊണ്ട് നിനക്ക് വേറെ പ്രശ്നങ്ങൾ ഇല്ലാത്തത് നിനക്കത് സഹിക്കാൻ നിനക്ക് സാധിച്ചാൽ നിനക്ക് എന്താ വെച്ചാൽ ഈ ജന്മമൃത്യു ജരാവ്യാധി സൈക്കിളിനെ ബ്രേക്ക് ചെയ്യാൻ നിനക്ക് സാധിക്കും. അത് കാരണം അവിടെ നമുക്ക് സമചിത്തത കൈവരുമ്പോൾ നമുക്ക് സത്വഗുണത്തിലേക്ക് ഉയരാനും ശുദ്ധസത്വത്തിലേക്ക് ചെല്ലാനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോ അതിനെ വീണ്ടും ഒന്നുകൂടി കാരണം അർജുനനെ അതിനെ കൺവിൻസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇതൊരു ഒരു നോളജ് ഷെയറിങ് തന്നെയാണ് ഭഗവാൻ ചെയ്യുക. കാരണം നമ്മൾക്ക് എപ്പോഴും ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിവിൽഡേഡ് ആവും അല്ലെ, പരിഭ്രാന്തി നമുക്ക് വരും. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നിന്ന് എങ്ങനെ മാറാം എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഇല്ലാത്തതായ ഒന്നിന്, അതായത് ന അസത്തോ വിദ്യതേ, അസത്തും സത്വമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ന അസത്തോ, പിന്നെ ലാസ്റ്റ് പറയുന്നത് വിദ്യതേ സതഃ. ആ സത റെപ്രസെന്റ്സ് സത്. സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശാശ്വതമായത്, എറ്റേണൽ ആണ്. അതെന്താണത്? ജീവാത്മാവാണ്. അസത്ത് എന്നവിടെ പറയുന്നത് എന്താണ്? ശരീരത്തിന്, ഭൗതിക ശരീരം. അപ്പൊ ന അസത്തോ, അപ്പൊ അസത്ത് എന്ന് പറയുന്നത് ന വിദ്യതേ ഭാവോ, അസത്തോ ന വിദ്യതേ ഭാവോ എന്നാണ് പറയുന്നത്. അതായത് ഒരു അസത്ത് എന്ന് പറയുന്നത് ഒരു ഭൗതിക ശരീരമാണ്. ദാറ്റ് ഈസ് ഓൾറെഡി എന്താണ്? ടെമ്പററി ആണ് അല്ലെ, ടെമ്പററി ആണ്, അതിനും നിലനിൽപ്പില്ല. സിമ്പിൾ ആണ് പറയുന്നത്. അതായത് ശരീരം എന്ന് പറയുന്നത് അസത്താണ്, അതായത് അത് സത്തല്ല, അത് എറ്റേണൽ അല്ല, അതുകൊണ്ട് തന്നെ അതിന് യാതൊരു നിലനിൽപ്പില്ല. അതുപോലെ തന്നെ ന ഭാവോ വിദ്യതേ സത, ന ഭാവോ വിദ്യതേ സത. സത്ത് എന്നുള്ളത് ഒരിക്കലും നശിക്കുന്നില്ല, കാരണം അത് ശാശ്വതമാണ്. രണ്ടും ഒരേ കാര്യം രണ്ട് രീതിയിൽ പോകാൻ പറയും അല്ലെ. അപ്പൊ ടെമ്പററി ആയിട്ടുള്ള ശരീരം എന്നുള്ളത് നശിച്ചു പോകും, എന്നാൽ ആത്മാവെന്നുള്ളത് എറ്റേണൽ ആണ്, അതിന് നാശവുമില്ല എന്ന് പറയും. കാരണം ഇനി മുഴുവൻ സാഖ്യമാണ്. സാഖ്യം എന്ന് പറഞ്ഞാൽ ഈ അനാലിറ്റിക്കൽ സ്റ്റഡി, ഇതിന്റെ രണ്ടിനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതല്ലേ മറ്റേ ശ്ലോകത്തിൽ പറയുന്നത്. യെസ്, അത് തന്നെയാണ്. പല രണ്ടു മൂന്ന് തരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമുക്ക് എന്നിട്ട് തന്നെ തലയ്ക്ക് കയറുന്നില്ല. അപ്പൊ പല രീതിയിൽ ഇത് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും. ഒന്ന്, പിന്നെ നമ്മൾ ഒരു കാര്യം പറയുമ്പോ ഓക്കെ, നമ്മളിപ്പോ ചില കാര്യങ്ങൾ പറയുമ്പോ പറയില്ലേ, നമുക്ക് ഇത് ഞാനായിട്ട് പറയണല്ല കേട്ടോ, ഇതാ ഇന്ന സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നവർ പറയുന്നത് പറഞ്ഞാൽ അർജുന ഒന്നും കൂടി കൺവിൻസ് ആക്കാൻ പറയുന്നതാണ്. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ. തത്വദർശികൾ എന്ന് വെച്ചാല് പീപ്പിൾ ഹു സീ തിങ്സ് ആസ് ദേ ആർ, അതായത് കാര്യങ്ങളെ യഥാവിധം കാണാൻ കഴിയുന്നവർ. അത്രയും ജ്ഞാനത്തിലേക്ക് നമുക്ക് ചെന്നാൽ, ഇപ്പൊ സത്വഗുണത്തിലുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മളിപ്പോ തമോ ഗുണവും രജോ ഗുണവും സത്വഗുണം എടുത്തു കഴിഞ്ഞാൽ മോഡ് ഓഫ് ഇഗ്നോറൻസും മോഡ് ഓഫ് പാഷനുമാണ് തമോ ആൻഡ് രജോ. മോഡ് ഓഫ് ഗുഡ്നെസ് ആണ് സത്വഗുണം. നമ്മൾ സത്വഗുണത്തിൽ വന്നാൽ നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ കാര്യങ്ങളെ യഥാവിധം ആസ് ഇറ്റ് ഈസ് അല്ലെ, ഹൗ ദേ ആർ, അതുപോലെ കാണാൻ നമുക്ക് സാധിക്കും. അതായത് ഇപ്പൊ നമ്മളിൽ രജോ ഗുണം തമോ ഗുണം കൂടുതലാണെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ നമുക്ക് തെറ്റിദ്ധാരണ നമ്മളിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് രജോ ഗുണം തമോ ഗുണം കൂടുതലുണ്ടെങ്കിൽ. മനസ്സിലായി? ഇപ്പൊ ചിലപ്പോ ഒരാൾ, നമുക്ക് തന്നെ അനുഭവം ഉണ്ടാവും, നമ്മൾ ചിലപ്പോൾ ഒന്നും മനസ്സാ വാച അറിയാതെ ചില കാര്യങ്ങൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി ചെയ്യും, പക്ഷെ അയാൾ വളരെ രൂക്ഷമായി തെറ്റിദ്ധാരണയോടെ പ്രതികരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിക്കാണ്, എല്ലാവർക്കും ഉണ്ടാവും. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ആ വ്യക്തിയിൽ അന്നേരം ഉള്ള തമോ രജോ ഗുണത്തിന്റെ പ്രഭാവം കൊണ്ടാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒന്നും അറിഞ്ഞിട്ടായിരിക്കില്ല അത് ചെയ്തിരിക്കുന്നത്, ഇല്ലേ, സംഭവിക്കുന്ന കാര്യം. അപ്പോ സത്വഗുണത്തിൽ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാല് നമ്മൾക്ക് എന്തുകൊണ്ട് അവിടെ വേറെ ഒരു വഴി, ഇപ്പൊ നമ്മൾ തന്നെ ചിലപ്പോൾ ഒരു വ്യക്തിയോട് ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ പറയും ഇതിനെ വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ച് പറയും അല്ലെ. അപ്പൊ നമ്മൾ അയ്യോ ഞാൻ ആ വഴി ചിന്തിച്ചില്ല കേട്ടോ എന്ന് ചിലപ്പോൾ നമ്മൾ പറയാറ് ഇല്ലേ. കാരണം എന്താ വെച്ചാൽ അതുപോലെ തിരിച്ച് സംഭവിക്കാം. ഒരാൾ പറയുന്ന ഒരു നല്ല കാര്യത്തിന് നമ്മൾ വേറെ വഴിക്ക് പറയുമ്പോൾ അവര് പറയും ഓ ഞാനാവേ, അപ്പൊ നമ്മളാണ് അവിടെ ഇതാവുന്നത്. കാരണം അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ആ രണ്ട് വ്യക്തികൾ ഏത് തലത്തിൽ നിൽക്കും. കാരണം നമ്മള് സത്വരജോ തമോ ഗുണങ്ങൾ നമ്മളിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കും, മൂന്നും നമ്മളിലുണ്ട്. അത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെയൊന്നുമില്ല, അത് ഏത് സമയത്തും ഇതിങ്ങനെ കയറി ഇവര് തമ്മിൽ ഫൈറ്റ് നടക്കുള്ളൂ. പാവകളി പോലെയാണ് നമ്മളെ പിടിക്കുന്നത്. അപ്പൊ സത്വഗുണത്തിൽ വന്ന ഗുണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും സാത്വിക് ക്വാളിറ്റിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളുടെ യഥാവിധം അറിയാൻ പറ്റും. പ്രോപ്പർ എന്താണ് അതിന്റെ പ്രോപ്പർ മീനിങ്. വളഞ്ഞ വഴികളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അല്ലെങ്കിൽ മറ്റതെല്ലാം നമുക്ക് വളഞ്ഞ വഴികൾ തോന്നിപ്പിക്കുകയും അത് നമ്മളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് നമ്മൾ
ബോണ്ടേജ് വരുന്നത്. കാരണം വെച്ചാൽ അത് നമ്മളപ്പോ ചിന്തിക്കും, അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നാ അപ്പൊ ഉടനെ തന്നെ അടുത്ത ആളെ കുറിച്ച് നമ്മൾ വേറെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞു, ഉടനെ തന്നെ കർമ്മഫലം ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുകയാണ് തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരാണ്. തത്വദർശികൾ എന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യങ്ങളെ ബ്രഹ്മജ്ഞാനികള് യഥാവിധം അറിയുന്ന അത്രയും ഉയർന്ന രീതിയിൽ അവബോധം ഉള്ളവരാണ്. രണ്ടിന്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അവർ ഈ വസ്തു അംഗീകരിച്ചത്. അവര് ബ്ലൈൻഡ് ആയിട്ട് ഓക്കെ ഞങ്ങൾ ഭഗവാനെ മാത്രം, വേറെ ആരും അങ്ങനെയല്ല. അവര് രണ്ടും, അതായത് രണ്ടിനെയും ശരിക്കും തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അവര് ഇതിനെ കണ്ടറിഞ്ഞിട്ടാണ് അവര് ഇത് അംഗീകരിക്കുന്നത്. ഏത് ഈ ശരീരം എന്നുള്ളത് നശ്വരമാണ്, ടെമ്പററി, അത് നശിച്ചു പോകുന്നു. അതെങ്ങനെ അവർക്ക് മനസ്സിലാവും? അവർക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ടായിരുന്നു. ഈ സെൽഫ് റിയലൈസേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ശരീരം ഇതാ. ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന തലം എന്ന് പറയുന്നത് എവിടെയാണ്? ഒന്നില്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു പ്ലെയിൻ, ആ ലെവലിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ മനസ്സ്, അല്ലെ? ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്, നമ്മളെല്ലാം ചിന്തിച്ചിട്ടുണ്ടാവും ഒരു സമയത്ത്, ശരീരം ഓക്കെ, നമ്മൾ ശരീരമല്ല എന്നുള്ളത് സമ്മതിക്കാം. പക്ഷെ ആത്മാവ് എന്നുള്ളത് നമുക്ക് അറിയാത്തത് നമ്മൾ പറയും അത് ഈ മനസ്സ് എന്ന് പറയുന്നതാണ് ഈ സംഭവം എന്ന് പറയും. ഈ ആത്മാവാണ് ഈ മനസ്സായിട്ട് നമുക്ക് ഫീൽ ചെയ്യണേന്ന് പറയും. അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ശരീരവും മനസ്സിന്റെ മുകളിലാണ് ആത്മാവിന്റെ ലെവൽ. കാരണം മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. അത് എന്ത് ശരീരമാണ്? നമ്മുടെ സൂക്ഷ്മ ശരീരം, സട്ടിൽ ബോഡിയാണ്. അപ്പോൾ നമ്മുടെ ഗ്രോസ് ബോഡിയിൽ വരുന്ന നമ്മളെ ഈ ഫിസിക്കലി കാണുന്ന പഞ്ചഭൂതങ്ങളായുള്ള ഭൂമി, ജല, വായു, ആകാശം കൊണ്ടുണ്ടാക്കിയത്. മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഈ മൂന്നും നമ്മുടെ ശരീരം തന്നെയാണ്. പക്ഷെ കാണാൻ ഇൻടാഞ്ചിബിൾ ആണ്, നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്തതാണ്. അത് സൂക്ഷ്മ ശരീരമാണ്, അത് സട്ടിൽ ബോഡിയാണ്. പക്ഷെ ഈ ആത്മാവ് എന്ന് പറയുന്നത് അവിടെയൊന്നും അതിലൊന്നും അല്ല, അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ആത്മാവ് ഇതിനുള്ളിലുണ്ടെങ്കിലും അത് ബൃഹദാരണ്യ ഉപനിഷത്തില് വ്യക്തമായിട്ട് പറയുന്നു, ഈ ആത്മാവ് എന്ന് പറയുന്നത് ശരീരത്തിൽ എവിടെയും അറ്റാച്ച് ചെയ്തു. നമ്മൾ ഹൃദയസ്ഥനായ ആത്മാവെന്ന് ഭഗവത്ഗീതയിൽ പലയിടത്തും പറയും. എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ലൈറ്റ് അടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു ഓർക്കില്ല. അതായത് ഈ ഒരു ടോർച്ച് ലൈറ്റ്, ഇപ്പൊ നമ്മളൊരു പടത്തിൽ ടോർച്ച് ലൈറ്റ് അടിച്ചു പിടിച്ചു, ആ പടം അവിടെ നിന്ന് എടുത്തിട്ട് പോയാൽ ആ ടോർച്ച് ലൈറ്റിന്റെ വെളിച്ചം ആ പടത്തിന്റെ കൂടെ പോകുന്നില്ല, അല്ലേ? കാരണം അത് അവിടെ നിൽക്കും, ആ അടിച്ച സ്ഥലത്ത് നിൽക്കും. അതുപോലെ തന്നെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത ഒരാൾ ഹാർട്ട് എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വേറൊരാൾക്ക് കൊടുത്താൽ ഹൃദയത്തിനായ അപ്പൊ ഇയാളുടെ ആത്മാവ് മറ്റേലേക്കും അവിടെ ഡബിൾ ആത്മാവും. അപ്പോൾ അതൊരിക്കലും സംഭവിക്കില്ല. കാരണം ആത്മാവ് അത് ഉപനിഷത്ത്, വേദത്തിൽ നിന്നാണ് ഉപനിഷത്ത്, ബൃഹദാരണ്യ ഉപനിഷത്തില് വളരെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആത്മാവ് എന്ന് പറയുന്നത് ശരീരസ്ഥനാണ്, അത് ഹൃദയസ്ഥനാണ്, അല്ലെങ്കിൽ ശരീരസ്ഥനാണെങ്കിലും അത് എവിടെയും ഫിസിക്കലി ഒന്നുമായിട്ട് അറ്റാച്ച് ചെയ്ത്. എന്തുകൊണ്ട്? അത് അതീന്ദ്രിയമാണ്, ട്രാൻസെൻഡന്റൽ ആണ്. സ്പിരിറ്റ് സോൾ ഈസ് ട്രാൻസെൻഡന്റൽ, അത് അതീന്ദ്രിയമാണ്, ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്, അതീന്ദ്രിയമാണ്. അതേസമയം ബാക്കിയെല്ലാം ഇന്ദ്രിയപരമാണ്. മനസ്സ് പോലും, കാരണം എന്താ? മനസ്സ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് കാണാം, അല്ലെ? കണ്ണ് ഒരു കാഴ്ച കാണുന്നെല്ലാം കൊണ്ടിടുന്ന കൊട്ട ഏതാ? മനസ്സാണ്, അല്ലെ? ചെവി ഒരു ശബ്ദം, അതെല്ലാം മനസ്സിൽ കൊണ്ടിടുമ്പോൾ മനസ്സോടനെ പറക്കാൻ തുടങ്ങും ഒരു സ്ഥലത്ത്, അതെല്ലാം അനുസരിച്ച് പോവും. അപ്പൊ അതെല്ലാം ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട. പക്ഷെ ആത്മാവ് എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന്റെ ഒരു ശരീരം അതിനകത്ത് ഇരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് അദ്ദേഹം ഒരു ഗോലോക വൃന്ദാവനത്തിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് നീങ്ങാൻ സാധിച്ചാൽ അത് വിജയമാണ്. ആ നീങ്ങാനായിട്ടുള്ള ഒരു ശരീരമാണ് മനുഷ്യജന്മമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് ഈ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇവര് കണ്ടറിഞ്ഞ ശേഷമാണെന്നുള്ളത് ഒരു ഇതാണ് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. ഇനി ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്ന ശരീരം ശാശ്വതമല്ല. വ്യത്യസ്തങ്ങളായ സെല്ലുകളുടെ പ്രവർത്തനങ്ങളാലും പ്രതിപ്രവർത്തനങ്ങളാലും നിമിഷം തോറും ശരീരത്തിൽ മാറ്റം ഉണ്ടെന്ന് ആധുനിക വൈദ്യശാസ്ത്രം സമ്മതിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഒരു വ്യക്തിയുടെ 7 to 10 years ബോഡിയിൽ ഫുൾ ഒരു റീബിൽഡ് നടക്കും, സെൽസ് എല്ലാം റിനോവേഷൻ നടക്കും. അപ്പോൾ സത്യം പറഞ്ഞ ഒരു 7 to 10 years ആകുമ്പോൾ ശരിക്കും നമ്മളൊരു പുതുക്കിയ രൂപമാണ് നമ്മുടെ സെല്ലുകളെല്ലാം ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ല, ഒരു കുട്ടി ജനിക്കുമ്പോൾ, ജനിക്കുന്ന കുട്ടിക്ക് 300 ബോൺസ്, അല്ലെ മതിച്ചേട്ടാ? 300ഓളം എല്ലുകൾ ഉണ്ടാവും. പക്ഷെ അഡൾട്ട് ആവുമ്പോഴേക്കും അത് 206 അസ്ഥികൾ, എല്ലുകളായിട്ട് കുറയും. കാരണം ഇതെല്ലാം തമ്മിൽ കുറേയൊക്കെ മെർജാവും. അപ്പൊ ഒരുപാട് മാറ്റം ശരീരത്തിൽ നടക്കും. അത് ഒരിക്കലും, അത് ശരീരം എന്ന് പറയുന്നത് തന്നെ പെർമനന്റ് അല്ല. പല രീതിയിൽ ഈ ബോണിന്റെ കാര്യം പറഞ്ഞ പോലെ സെല്ലുകൾ 7-8 പറഞ്ഞാൽ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം
ആത്മാവിന് പ്രത്യേകത ഇപ്പൊ ശരീരം ഇങ്ങനെ, അതുപോലെ തന്നെ ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാലല്ലേ, ഇപ്പൊ നമ്മൾ ദേഹിനോസ്മിൻ നമ്മൾ പഠിച്ചില്ലേ 13, ദേഹിനോസ്മിൻ യഥാദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തൻ ധീരസ്തത്രമുഖിതി. അപ്പൊ ദേഹിനോസ്മിൻ യഥാദേഹ കൗമാരം യൗവനം ജര. അപ്പൊ കൗമാരം, ഒരു കൊച്ചുണ്ടായി, കൊച്ച് അമ്മയുടെ വയറ്റിലുണ്ടായി, അതിന് ജീവൻ വെക്കുമ്പോൾ തന്നെ അതിനകത്ത് ആത്മാവ് എത്തിക്കഴിഞ്ഞു അല്ലെ. ആ കൊച്ചിന്റെ ആ ഭൗതികമായ ശരീരം അത് ഒരു ശാരീരിക ബന്ധം കൊണ്ടുണ്ടാകുന്നതാണ്. അതിനകത്ത് അതുകൊണ്ട് ആ കൊച്ചിന് ആ ഒരു ആരൊക്കെ തമ്മിൽ ചേർന്നുണ്ടായത് അവരുടെ ഛായയും രൂപവും എല്ലാം ഉണ്ടാവും, നിറവും അല്ലെങ്കിൽ മുഖഛായയും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം ഉണ്ടാവും. അതേസമയം അതിനകത്ത് വരുന്ന ആത്മാവ് ഈ അച്ഛനും അമ്മയുടെ ആത്മാവിന്റെ ഒരു ആകത്തുകയല്ല. ആത്മാവ് വരുന്നത് വേറെയാണ്. അത് ഭഗവാൻ കഴിഞ്ഞ അദ്ദേഹത്തിന് കുറെ അനുഭവിക്കാൻ കിടക്കുന്നതുകൊണ്ട് ആ ആത്മാവിനെ അവിടെ പ്ലേസ് ചെയ്യാണ്, ഇവരുടെ പുത്രനോ പുത്രിയായിട്ട് പ്ലേസ് ചെയ്യാണ്. അപ്പൊ ആ ആത്മാവ് ആ അമ്മയുടെ ഉദരത്തിലുള്ള കൊച്ചിന്റെ ശരീരത്തിലേക്ക് വന്നിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഹൃദയം ഇടുപ്പ് ആരംഭിക്കും. ആ കുട്ടി ജനിച്ച് പുറത്തു വരികയും അതിനുശേഷം അത് പിച്ച വെച്ച് തുടങ്ങുന്നു. കൗമാരം, അതിന്റെ യൗവനം, അതിന്റെ വാർദ്ധക്യവും ജരാനരയൊക്കെ എത്തുമ്പോഴും ഈ ആത്മാവ് വലുതാവുന്നു ചെറുതാവുന്നു ഒന്നുമില്ല. അത് എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ അവിടെ ഇരിക്കും. ഈ ശരീരത്തിന്റെ ആ സമയം കഴിയുമ്പോൾ അത് അടുത്ത അസൈൻമെന്റിലേക്ക് അത് പോകുകയും ചെയ്യും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ആ വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ പല പല ശരീരത്തിന് വളർച്ചയും വാർദ്ധക്യവും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ആത്മാവാകട്ടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും മാറ്റങ്ങൾ അതിജീവിച്ച് ശാശ്വതമായി. അപ്പൊ നമ്മുടെ മനസ്സ് എങ്ങനെയായാലും ശരീരം എങ്ങനെയായാലും ആത്മാവിന് യാതൊരു രീതിയിലും, നമ്മൾ ഇടയ്ക്ക് പറയില്ലേ വയസ്സായെങ്കിലും മനസ്സിപ്പോഴും ചെറുപ്പമാണ്. ആക്ച്വലി മനസ്സല്ല നമ്മുടെ ചെറുപ്പം, മനസ്സല്ല. അതാണ് പറയുന്നത്. അവിടെ നമ്മള് ശരിക്കും ആ ഒരു അങ്ങനെ ആ ഡയലോഗിലൂടെ നമ്മൾ തന്നെ ആത്മാവിൽ വിശ്വാസമില്ലാത്ത ആളാകുന്നതാണ് നമ്മളാ പറയുന്നത്. നമ്മള് ആ ബോഡിലി നമ്മുടെ ആ ഇതില്ലേ, അതാണ് നമ്മളാ പറയുന്നത്. കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ ആ ഒരു ലെവലിലേക്ക് വരാൻ നമ്മൾ ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാമോ, നമ്മൾ എന്ത് പറയും, എന്റെ മനസ്സ് ഇപ്പോഴും ചെറുപ്പമാണ്. ആ മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കണ്ടാവും ആ സൂക്ഷ്മ ശരീരത്തിന് നമ്മൾ ആത്മാവായിട്ട് എടുക്കുകയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഈ ഇതിനകത്തോട്ട് ആത്മാവാകട്ടെ ശരീരമാകട്ടെ മനസ്സിന്റെ ആത്മാവാകട്ടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും മാറ്റങ്ങളെ അതിജീവിച്ച്, ആ മനസ്സിനെ അവിടെ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിനെയും ആ ശരീരമായിട്ട് തന്നെ എടുക്കണം. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. അപ്പൊ ശരീരം തന്നെയാണ് മനസ്സ് എന്നുള്ള കാര്യം, അത് നമുക്ക് അവയർനെസ് കൊണ്ടുവരാനായിട്ടാണ് ഇത്രയും ഇവിടെ വിശദീകരിച്ച് പറയുന്നത്. പിന്നെ നമ്മളെപ്പോഴും ഇന്നത്തെ ഈ ശ്ലോകം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. മനസ്സിനോട് പറയാം, മനസ്സേ നീ അല്ല ആത്മാവ്, നീ മനസ്സാണ്, നീ ഒരു ശരീരം തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിങ്ങനെ നമുക്ക് കുറച്ച് വായിച്ച് നമ്മൾക്കത് മനസ്സിലാകുള്ളൂ. ഒറ്റടിക്ക് നമുക്ക് മനസ്സിലാകും. അപ്പോ അത് ശാശ്വതമാണ്. അവ്യക്തിഗത ബ്രഹ്മവാദികളും സാകാരവാദികളും എല്ലാ തത്വദർശികളും, അത് പലതരം ആൾക്കാരുണ്ട്. അവ്യക്തിഗത ബ്രഹ്മവാദികൾ എന്ന് വെച്ചാല് ബ്രഹ്മമാണ്, പല പല വാദങ്ങളുണ്ട്, മനസ്സിലായില്ലേ. അതായത് നിരാകാര ബ്രഹ്മം. ഇപ്പൊ നിരാകാര ബ്രഹ്മം എങ്ങനെയാ പറയുന്നത് വെച്ചാൽ, ബ്രഹ്മവാദികൾ പറയും അവ്യക്തിഗത ബ്രഹ്മം എന്ന് വെച്ചാൽ വ്യക്തിഗതമല്ല, അവ്യക്തിഗതം എന്ന് വെച്ചാൽ ടോപ്പ് മോസ്റ്റ്. ഇപ്പൊ നമ്മൾ പറയുന്നത് കൃഷ്ണനാണ് ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നത്, ഏറ്റവും ഗോവിന്ദ ഫോമാണ്. അവര് പറയും ഇല്ലില്ല, അതിന്റെ മുകളില് ഒരു ഇതുണ്ട്, അതിന് രൂപമില്ല എന്ന് പറയും. അതാണ് അവ്യക്തിഗത ബ്രഹ്മവാദം. അപ്പൊ അതിനകത്ത് ബ്രഹ്മം എന്നേ പറയുള്ളൂ. ബ്രഹ്മം എന്ന് വെച്ചാല് ഭഗവാനല്ല, അതിന്റെ മുകളിലുണ്ട് എന്ന് പറയും. അപ്പൊ അതെങ്ങനെ അതിന് രൂപം ഭാവമില്ല. അപ്പൊ പിന്നെ പക്ഷെ ഇതേ വ്യക്തികള് രൂപത്തില് ഭഗവാനെ ആരാധിക്കും. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കാന്ന് വെച്ചാൽ, നമ്മൾ ചോദിക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. വലിയ വലിയ ആചാര്യന്മാര് ചോദിക്കും, അവര് തമ്മിൽ ആർഗ്യുമെന്റ് ഒക്കെ നടക്കും പണ്ട്. അപ്പൊ അവര് ചോദിക്കും, ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൃഷ്ണനെയും ശിവനെയും ലക്ഷ്മി ദേവിയൊക്കെ നിങ്ങൾ ആരാധിക്കണ്ടല്ലോ നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഈ അവ്യക്തിഗത ബ്രഹ്മത്തിന് രൂപമില്ലാത്തതിനെ ആരാധിക്കണ്ടെന്ന് ചോദിക്കാൻ പറയും. അതല്ല, അത് നമുക്ക് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു രൂപം തിരഞ്ഞെടുക്കാം, പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്ക് രൂപം ആവശ്യമില്ല. അവിടെ ആ വാദത്തിന്റെ ഒരുപാട് അതാണ് ഈ എല്ലാ വാദങ്ങളും. ആ വാദങ്ങൾക്ക് പല സമയത്തും തകർച്ച സംഭവിക്കും. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു രൂപത്തില് ഭഗവാനെ ആരാധിച്ചിട്ട് നമ്മൾ പറയാണ് അതിന്റെ അപ്പുറത്താണ്. അപ്പൊ നമ്മൾ ടോപ്പ് മോസ്റ്റ് രൂപത്തിന് അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് ആളെ നമ്മൾ ആരാധിച്ചാലേ നമുക്ക് അൾട്ടിമേറ്റ് നമ്മുടെ സെൽഫ് റിയലൈസേഷൻ എത്തുള്ളൂ, അല്ലെ. നമ്മൾക്ക് ആരാണ് ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നത്, നമ്മളൊന്ന് ആ റിലേഷൻ അറിയണം. പക്ഷെ ടോപ്പ് മോസ്റ്റ് എന്ന് പറഞ്ഞ രൂപമില്ല, പക്ഷെ അതുവരെ നമ്മൾ രൂപത്തിനെ ആരാധിക്കുന്നു. ഇത് പറയുന്നു ലാസ്റ്റ് പറയുന്നില്ല, അത് ടെമ്പററി, അത് വരെയുള്ളൂ.
അതായത് നമ്മള് ഒരു മതിൽ കയറി കിടക്കണം. മതിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആലോചിക്കുക. ഒരു ഏണി ഉണ്ടെങ്കിൽ കയറാം, ലാഡർ. നമ്മളൊരു ലാഡർ കൊണ്ടുവച്ചു, ആ മതിലിമേൽ കയറിയിട്ട് നമ്മൾ ആ ലാഡർ കാലം കൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് പറയാണ് നിങ്ങൾ എങ്ങനെ കയറി? അത് ഞാൻ കയറി ഒന്നും, ലാഡറൊക്കെ വെറും ടെമ്പററി, അതൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന പോലെയായിരിക്കും. മനസ്സിലായില്ലേ? രൂപത്തിൽ നമ്മൾ ആരാധനയിൽ എത്തിയിട്ട് ടോപ്പ് വെച്ച് നമ്മൾ രൂപം ഇല്ല എന്ന് പറയുന്ന പോലെ. അപ്പൊ അതൊക്കെ ഇത് വലിയ സബ്ജക്റ്റ് ആണത്. കാരണം ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം ഭഗവാൻ നമ്മൾ പറയുന്നുണ്ട് പൂർണ്ണനാണെന്ന് പറഞ്ഞു അല്ലെ. ഓം പൂർണ്ണമിത പൂർണ്ണമിതം പൂർണ്ണമുദച്യത, പൂർണ്ണം ലാസ്റ്റ് പറയുന്നത് പൂർണ്ണമേവാവശിഷ്യത. അതായത് പൂർണ്ണത്തിൽ നിന്ന് എന്തെടുത്താലും പൂർണ്ണമായി അവശേഷിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ അങ്ങനെ പൂർണ്ണനാവണമെങ്കിൽ പൂർണ്ണനൊരു രൂപം വേണ്ടേ? കാരണം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമുക്കൊരു രൂപം ഉണ്ടെന്ന് നമ്മൾ പറയുന്നു അല്ലെ. ഭഗവാൻ നമ്മൾ കണ്ടു ആമയുടെ രൂപത്തിൽ വന്നു അല്ലെ, പന്നിയുടെ രൂപത്തിൽ വന്നു, മത്സ്യത്തിന്റെ രൂപത്തിൽ വന്നു, മനുഷ്യന്റെ എല്ലാത്തിലും ഭഗവാൻ വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പറയാണ് ഭഗവാന് രൂപമില്ല എന്ന് പറഞ്ഞാൽ ഭഗവാന് ഭൗതിക രൂപമില്ല. എന്താ പ്രശ്നം? എല്ലാം ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതികളാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിനെ മനസ്സിലാക്കണം. ഭഗവാന് ഭൗതിക രൂപം, അതായത് ഭഗവാന്റെ രൂപം അതീന്ദ്രിയമാണ്. ഇപ്പൊ നമ്മളൊരു കൃഷ്ണന്റെ ശരീരം കണ്ടാൽ, ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബോൺസ്, എല്ല് ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ കണ്ണു വെച്ച് കാണും, നാക്ക് വെച്ച് രുചിക്കും, വായു വെച്ച് കഴിക്കും അല്ലെ, കൈ വെച്ച് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭഗവാന് കണ്ണ് തന്നെ വേണമെന്നില്ല കാണാൻ, രുചിക്കാൻ ഭഗവാന് വായു തന്നെ വേണ്ട, കൈവച്ചൊക്കെ ഭഗവാന് രുചിക്കുക. അതായത് അതീന്ദ്രിയമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ നിർഗുണൻ, ഈ മറ്റേ അവ്യക്തിഗതം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് അതിൻ്റെതായ ലെവലിൽ നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് പറ്റും. പക്ഷെ നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഫോംലെസ് ആണ്, ഇല്ല രൂപമില്ല. കാരണം നമുക്ക് ചില ഭാഗവതത്തെ വായിക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ അങ്ങനെ വരും. പക്ഷെ അത് പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ മുഴുവൻ മീനിങ് കിട്ടും. ഒരു ഭാഗം മാത്രം എടുത്ത് ചില പത്രക്കാരും മീഡിയക്കാരും ചില നേതാക്കൾ പ്രത്യേകിച്ച് ആ പീസ് എടുത്തിട്ട് 10 പ്രാവശ്യം കാണിക്കണ പോലെ ഇരിക്കും അല്ലെ. അവർ പറഞ്ഞ ചില ഒരു തെറ്റിനെ എടുത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കും. പക്ഷെ അതിന്റെ ഇപ്പുറം കേൾപ്പിക്കില്ല അവർ എന്ന് പറഞ്ഞ പോലെയാണ് ചില വാദങ്ങൾ ചെയ്യുമ്പോൾ. അങ്ങനെയാണ് ആൾക്കാർ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബാക്കി കേൾക്കില്ല. ഈ മനുസ്മൃതിയൊക്കെ ഇത് പറയുന്നത് അങ്ങനെയാണ്, ചില ഭാഗങ്ങൾ പറയും. അപ്പോ ഇത് ഒന്ന്. പിന്നെ അജ്ഞാനത്തിന് അടിമപ്പെട്ട് പരിഭ്രാന്തരാകുന്ന ജീവാത്മാക്കൾക്ക് വേണ്ടി ഭഗവാൻ നൽകുന്ന ഉപദേശം ഇവിടെ ആരംഭിക്കുകയാണ് എന്ന് പറയുന്നത്. പൂജ, അതായത് വർഷിപ്പർ ആൻഡ് വർഷിപ്പബിൾ. അപ്പൊ നമ്മൾ ഒരു വർഷിപ്പ് ചെയ്യുന്നത് ആരെയാണ് വർഷിപ്പ് ചെയ്യുന്നത്, ആ ഒരു വ്യത്യാസം അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ ഭഗവാന്റെ അംശമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളൊരു പോയിന്റാണ് ഇവിടെ പറയുന്നത്. ഈ നമ്മള് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, പൂജ്യനും പൂജകനും, അതായത് വർഷിപ്പർ ആൻഡ് വർഷിപ്പബിൾ തമ്മിലുള്ള ശാശ്വത ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും അങ്ങനെ പരമപുരുഷനും സുപ്രീം ആൻഡ് തദംശങ്ങളായ ജീവാത്മാക്കൾക്ക് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന ബോധം ഉദിക്കുകയും ചെയ്യുമ്പോൾ അജ്ഞത ശമിക്കുന്നു. വ്യത്യാസം എന്തെന്നറിയുമ്പോൾ അതെന്താണെന്നറിയോ അവിടെ. അതായത് നമ്മൾ തമോ ഗുണത്തിലാണെങ്കിൽ നമുക്ക് വേണ്ടത്ര ജ്ഞാനമില്ലെങ്കിൽ 2 തരം പ്രശ്നം സംഭവിക്കും. ഒന്ന്, ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് തത്വമസി എന്നൊക്കെ പറയുന്നതിന്റെ സ്ട്രെയിറ്റ് ഫോർവേഡ് അവിടുത്തെ ഒരു മീനിങ് നമ്മൾ എടുക്കും. എന്താണ് എടുക്കുന്നത്? നമ്മൾ ദൈവമാണ് അല്ലെ. അതായത് ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ നീ തന്നെയാണ് അത് എന്ന് പറയുമ്പോൾ നമ്മൾ അതായിരിക്കും. പക്ഷെ നമ്മളത് എങ്ങനെ മനസ്സിലാക്കണം? നമ്മൾ പറഞ്ഞു ക്വാളിറ്റിയിൽ നമ്മൾ ഈക്വലാണ്. നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് പൂർണ്ണത്തിന്റെ അംശമാണ് നമ്മൾ, പൂർണ്ണാംശമായിട്ടില്ല നമ്മൾ. പൂർണ്ണാംശം എന്ന് പറയുമ്പോൾ ഇപ്പൊ ശ്രീരാമചന്ദ്രൻ പൂർണ്ണാംശമാണ്, നരസിംഹ ഭഗവാൻ പൂർണ്ണാംശങ്ങളാണ് തന്നെ. അവതാരത്തിൽ തന്നെ പൂർണ്ണാംശമുണ്ട്, പാർഷ്യൽ അംശങ്ങളുണ്ട്. ജീവാത്മാക്കൾ പൂർണ്ണാംശമല്ല, പൂർണ്ണാംശമാകാം നമുക്ക്, മനസ്സിലായി? അതിനാണ് പ്യൂരിറ്റി പ്രോസസ്, അതിനാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കും ഈ പൂർണ്ണാംശം ആകാം. പക്ഷെ നമ്മൾ അംശം എന്ന രീതിയിൽ ക്വാളിറ്റിയിൽ നമ്മൾ തുല്യരാണ്, പക്ഷെ ക്വാണ്ടിറ്റിയിൽ തുല്യരല്ല. ആ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അളവിൽ നമ്മൾ ഭഗവാൻ വിഭുവാണ്, നമ്മൾ അണുവാണ്. നമ്മൾ പണ്ട് ഓർക്കണ്ടോ, നമ്മൾ സ്ലൈഡൊക്കെ ഇട്ടപ്പോ നമ്മൾ ഭഗവാന്റെ ആ ഒരു ഹൈരാർക്കി പറഞ്ഞു നമ്മൾ കൃഷ്ണനിൽ നിന്ന് ഫസ്റ്റ് എക്സ്പാൻഷൻ ബലരാമനിൽ നിന്ന് ആദ്യത്തെ ചതുർവ്യൂഹം സംഘർഷണൻ,
വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ആദ്യത്തെ സംഘർഷണിൽ നിന്ന് അതെല്ലാം ഈ വിസ്തരണമാണ്, അല്ലെങ്കിൽ എക്സ്പാൻഷൻസ് ആണ്, അവതാരമല്ല, ഇൻകാർണേഷൻ അല്ല. ആദ്യത്തെ സംഘർഷണിൽ നിന്ന് 4 ഹാൻഡഡ് നാരായണ ഫോം വരുന്നു. ആ 4 ഹാൻഡഡ് നാരായണ ഫോമിൽ നിന്ന് രണ്ടാമത്തെ ചതുർയുഗം മഹാസംഘർഷണം, അതേ സംഘർഷണം വസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ വീണ്ടും വരുന്നു. ഈ രണ്ടാമത്തെ സംഘർഷണിൽ നിന്ന് വരുന്ന 3 അവതാരങ്ങൾ, പുരുഷ അവതാരങ്ങളാണ് കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു. 3 വിഷ്ണു രൂപങ്ങൾ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനകത്ത് ഈ കാരണോദകശായ വിഷ്ണു കാരണ സമുദ്രത്തിൽ ശയിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അസംഖ്യം, അതായത് എണ്ണമറ്റ ഓരോ രോമകൂപത്തിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് പോലെ, ഗോൾഡൻ എഗ് പോലെ ബ്രഹ്മാണ്ടങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതിങ്ങനെ കാരണ സമുദ്രത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ പൊങ്ങി പൊങ്ങി കൊമള പോലെ. ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തേക്കും ഗർഭോദകശായ വിഷ്ണു പ്രവേശിച്ചിട്ട് ഗർഭോദക സമുദ്രത്തിൽ അദ്ദേഹം ശയിച്ചിട്ട് അദ്ദേഹത്തിന്റെ നേവലിൽ നിന്നുള്ള താമരത്തണ്ടിലാണ് ഈ 7-14 ലോകം ബ്രഹ്മലോകമൊക്കെ ഉള്ളത്. അപ്പൊ ഒരു കാരണോദകശായ വിഷ്ണുവേ ഉള്ളൂ, മനസ്സിലാവും. മൊത്തം 4-1 നമ്മുടെ മൊത്തം പ്രപഞ്ചത്തിന്റെ 4-3 ഏതാണ് സ്പിരിച്വൽ വേൾഡും, ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഭൗതിക ലോകം എന്നാണ് വേദിക് കോസ്മോളജി പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈ ഭൗതിക ഭാഗത്താണ് ഈ കാരണോദകശായ വിഷ്ണുവിന്റെ ഈ സൃഷ്ടി നടക്കുന്നത്. ഈ സൃഷ്ടിയിൽ നിന്ന് വരുന്ന ഓരോ ബബിളിനകത്തും ഗർഭോദകശായ വിഷ്ണു. അപ്പൊ ഓരോ ബബിളിനകത്തും ആരുണ്ട്? ഗർഭോദകശായ വിഷ്ണു ഉണ്ട്. മാത്രമല്ല അതിനകത്തുള്ള ഓരോ ചരാചരത്തിലും ജീവാത്മാവായിട്ട് പരമാത്മാവായിട്ട് ആരുണ്ട്? ക്ഷീരോദകശായ വിഷ്ണു. അതാണ് നമ്മൾ പറയുന്ന പാൽക്കടലിലെ ക്ഷീരസാഗരത്തിലെ വിഷ്ണു. അപ്പൊ ഈ 14 ലോകത്തില്, സ്വർഗലോകത്തിലൊക്കെ ദേവാസുര പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ദേവന്മാർ, ഇന്ദ്രൻ എല്ലാവരും ചേർന്ന് ബ്രഹ്മാവിനെ കാണും. കാരണം സൃഷ്ടിയുടെ അധിപതി അവരെ അല്ലെ, വിസർഗ സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവിന്റെ അടുത്തോട്ട് പറയും ഇന്ന അസുരൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പറയും എനിക്കൊന്നും ചെയ്യാനില്ല, നമുക്ക് ഭഗവാനെ സമീപിക്കാണ്ട് ഇവരെല്ലാവരും കൂടി പോയിട്ട് ക്ഷീരസാഗരത്തിന്റെ അടുത്ത് പോകും. ഈ ക്ഷീരസാഗരം വരുന്നത് ഈ 7-14 ലോകത്തിന്റെ ഉള്ളിലാണ്. അവിടെയാണ് ഇതിന്റെ എല്ലായിടത്തും എല്ലാവരിലും പരമാത്മാവായിട്ടിരിക്കുന്ന ക്ഷീരോദകശായ വിഷ്ണുവിന്റെ ഒരു പ്ലേസ് ഉണ്ട്. അതാണ് ക്ഷീരസാഗരം, പാൽക്കടൽ. അവിടെ പോയിട്ട് അവരെന്ത് ചെയ്യും? ഭഗവാനെ സ്തുതിക്കുമ്പോൾ 4 ഹാൻഡഡ് ഫോമിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. ശംഖ, ചക്ര, ഗദാധാരിയൊക്കെ ആയിട്ട് അവിടെ ഭഗവാൻ വരും. അതാണ് ക്ഷീരോദകശായ വിഷ്ണു. അങ്ങനെ ഉള്ള ഭഗവാനെ അവർക്ക് തന്നെ കാണാൻ കിട്ടുള്ളൂ, മനസ്സിലായി. ഈ 2 ഹാൻഡഡ് ഫോമിലൊന്നും അവർക്ക് നേരെ കിട്ടില്ല. അതാണ് പറഞ്ഞത്. അതാണ് ഈ വൃന്ദാവനവാസികളിലേക്ക് ഭാഗ്യം എന്ന് പറയുന്നത്. അത്രയും വ്യത്യാസമുണ്ട്. അപ്പോ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു ഹൈറാർക്കിയൊക്കെ ആലോചിച്ച് നോക്കുക. അങ്ങനെ വരുന്ന എത്രയോ ബ്രഹ്മാണ്ടങ്ങളിൽ ഒരു ബ്രഹ്മാണ്ടത്തിനകത്ത് 14 ലോകത്തില് ഭൂർലോകം എന്ന് പറയുന്ന മധ്യലോകത്തിൽ അവിടെ ഏതൊക്കെയോ ഒരു ഇഷ്ടം പോലെ ഗാലക്സീസിനകത്ത് ഒരു ഗാലക്സിയായ നമ്മുടെ പാൽക്കടൽ, മിൽക്കി വേ ഗാലക്സിയുടെ അകത്തൊരു ഗ്രഹത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ആലോചിച്ചത്. അപ്പൊ നമ്മളെ ഒരു അണു അല്ലെ, എത്രമാത്രം നിസ്സാരനാണ് നമ്മൾ പറയില്ല, നമ്മുടെ ദൈർഘ്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഇത്രയും പോലും ഇല്ല. അപ്പൊ നമ്മൾ അടുത്ത ലെവൽ ഓരോ പ്ലാനറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ ആയുസൊക്കെ നമ്മളൊന്ന് കണ്ടുപോലെ എത്രയോ 10⁻⁹, 10, 11, 13 ഒക്കെ വരുന്ന പോലെയുള്ള ഒരു പകലിന്റെ തന്നെ ഇതൊക്കെ പറയുന്നതായിരിക്കും. അത്രയും വലുത്. അപ്പൊ അവരുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെന്ന് പറയുന്നത് ഇത്രയും പോലും ഇല്ല. നമ്മുടെ 100 വയസ്സെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും അവിടെ നിന്ന് നോക്കി. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന അത്രയും ആ ഒരു എന്താ പറയുക അണു മാത്രമാണ്. ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് നമ്മൾ വിചാരിക്കരുത് അഹംബരം ഞാനും ദൈവമാണ്. നമുക്ക് ആ ക്വാളിറ്റി ഈക്വൽ ആയാൽ നമുക്കാവും. പക്ഷെ ആ ക്വാളിറ്റി ഈക്വൽ ആണെങ്കിൽ അത് വെറുതെ പറഞ്ഞതുകൊണ്ട് നമ്മളിപ്പോ ഒരു പൂജ ചെയ്തുകൊണ്ടോ അല്ലെ അതാവോ? ഇല്ല. ഇപ്പൊ നമ്മൾ ദാമോദരാരതി ചെയ്തു. ദാമോദരാരതി ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും വായിക്കും, ഓക്കെ ദാമോദരാരതി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ദാമോദര അഷ്ടകം ചൊല്ലി ആരതി ചെയ്യുന്നത് ഈ കാർത്തിക മാസത്തിൽ നമുക്ക് ഇത്രയ്ക്കധികം ഗുണങ്ങൾ ഉണ്ടാക്കി തരും എന്ന് പറയുന്നു. പക്ഷെ സത്യമാണ്. പക്ഷെ അവിടെ എന്തൊക്കെ മാച്ച് ആവണം? നമ്മുടെ മനസ്സ് അല്ലെ, ശരീരം, ഇതെല്ലാം ഏകീകരിക്കണം. ഭഗവാനിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ അതിന്റെ ഫലം കിട്ടുള്ളൂ. അപ്പോൾ ഫലം എന്തായാലും കിട്ടും. പക്ഷെ ആ ഫലത്തിന്റെ എത്രത്തോളം ആഴത്തിൽ ആ ഫലം കിട്ടും. ഭഗവാനിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അത് നന്നായിട്ട് അടുക്കണമെങ്കിൽ നമ്മൾ അത്രയും ആത്മാർത്ഥതയോടെ ആയിരിക്കണം അത് എല്ലാം ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് ക്രമേണേ സാധിക്കുള്ളൂ. നമ്മൾ ഓരോ വർഷവും ചെയ്ത് ഓരോ ദിവസവും അല്ലെ സാധന എന്ന് പറയുന്നത് അതാണ് ക്രമേണ. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ പട്ടികയൊക്കെ പഠിക്കില്ലേ, ടേബിളൊക്കെ എങ്ങനെ പഠിക്കുന്നത് അല്ലെ. നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ 10 പ്രാവശ്യം പഠിക്കും, മറന്നു, പിന്നെ എഴുതി പഠിക്കും. ഇപ്പൊ നമുക്കെല്ലാം ബൈഹാർട്ടാ. എന്തുകൊണ്ടാണ് അല്ലെ? അതുപോലെയാണ് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് പറയുന്നത്, തന്നെ കുറിച്ച് നിഷ്കൃഷ്ടമായി പഠിക്കുന്ന ആൾ തനിക്കും സർവേശ്വരനായ കൃഷ്ണൻ തമ്മിലുള്ള ബന്ധം
പൂർണ്ണത്തിനും അംശത്തിനുമുള്ള അന്യോന്യം ബന്ധം തന്നെയെന്ന് അറിയുമ്പോൾ ഭഗവാന്റെ പരമോന്നത അവസ്ഥ നമ്മൾ ആ സുപ്രീമസി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സെർവന്റ് ഭാവം വരുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? ജലസ് ആവും. ഏറ്റവും നമുക്ക് എന്താ പറയുക, ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഭവം ഭഗവാൻ എടുത്ത് പറയുന്നുണ്ട്. ഇനി വരുന്ന ശ്ലോകങ്ങളിൽ വരും, ജലസിയാണ്. നമുക്ക് ഒരിക്കലും അസൂയ പാടില്ല. ഏറ്റവും മോശപ്പെട്ട നമ്മുടെ ഒരു കാര്യമാണ് അസൂയ. അത് ഭഗവാൻ പറയും, അസൂയ ഇല്ലാത്തവനായതുകൊണ്ട് നിനക്ക് നീ എന്റെ ഭക്തനാണെന്ന് പറയുന്ന ശ്ലോകം തന്നെയുണ്ട്. അസൂയ ഇല്ലാത്തവൻ. അപ്പൊ അസൂയയുടെ പ്രശ്നം അത്രയും കഠിനം, അസൂയ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ അത് നമ്മള് വരാൻ സാധ്യതയുണ്ട് നമ്മൾക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഭഗവാനോട് വരെ നമുക്ക് അസൂയ വരുന്നുണ്ട്. അപ്പൊ അത് ഭഗവാൻ ഇങ്ങനെ ആരാണ്, എന്തിനാണ് ഞാൻ ഭഗവാൻ പറയുന്നത് കേൾക്കുന്നത്, അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. നമ്മളാണ് എല്ലാം എന്നുള്ളത് മനസ്സിലായി. ആ കൺസെപ്റ്റ് വരുമ്പോഴാണ് നമ്മൾ ശാരീരികമായ ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ അത് വരാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ അഡ്മിറ്റ് ചെയ്യണം. അതാണ് പറയുന്നത്. വേദാന്ത ഗ്രന്ഥങ്ങളിലും ഭാഗവതത്തിലും എല്ലാം അങ്ങനെ അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാമാണ് ഇവിടെ 7-ാം അധ്യായം വ്യക്തമാക്കുന്നത്. ജീവാത്മ ഉത്തമ പ്രകൃതി 7-ാം അധ്യായം പറയുന്ന കാര്യം. ഇവിടെ പറയുന്നുണ്ടോ, ശക്തിയും ശക്തിമാനും തമ്മിൽ അന്തരമില്ല, എങ്കിലും ശക്തിമാൻ ഉത്കൃഷ്ടൻ എന്നും ശക്തി പ്രകൃതി വിദ്യ എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ ശക്തിമാനാണ്. ഭഗവാന്റെ ശക്തികളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ എപ്പോഴും അവിടെ ഉത്കൃഷ്ടൻ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ശക്തിമാൻ തന്നെയാണ്. അവിടെ നിന്നാണ് ശക്തികൾ വരുന്നത്. അപ്പോ ജീവാത്മാക്കളെല്ലാം യജമാനന് സേവകരെന്ന പോലെ, ഗുരുവിന് ശിഷ്യരെന്ന പോലെ അജ്ഞാനത്തിന്റെ സ്വാധീന വലയത്തിലായിരിക്കുമ്പോൾ ഈ വ്യക്തമായ ജ്ഞാനം ലഭിക്കുക സാധ്യമല്ല. ജീവാത്മാക്കളുടെ അജ്ഞാനം ദൂരീകരിക്കാൻ അവരെ എല്ലായ്പ്പോഴും ഉദ്ബുദ്ധരായതുകൊണ്ട് സർവ്വജൻ ഭഗവത്ഗീത ഉപദേശിച്ചു പറഞ്ഞിട്ടാണ് ഇതിന്റെ ഭാവാർത്ഥം തീരുന്നത്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതെല്ലാം പറഞ്ഞു തുടങ്ങിയത് എന്താണ്? അസത്തിനെയും സത്തിനെയും പറഞ്ഞു അല്ലെ. ആ ശരീരവും വീണ്ടും പോയിന്റ് ചെയ്യുന്നത് അതാണ്. ശരീരവും ഈ ആത്മാവും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ മനസ്സിലാക്കാനാണ് ഇതെല്ലാം പല രീതിയിൽ പറയുന്നത്. ദാർശനികർ അത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനികൾക്ക് അറിയാം എന്നുള്ള പറയുന്നതെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടാലും നമ്മളിതെല്ലാം കേട്ടാലും അറ്റ് ദ എൻഡ് നമ്മുടെ മനസ്സിൽ ഒരു കാര്യം വരണം, നമ്മൾക്ക് ഇതെങ്ങനെ നേടാനാകും, ഈ ജ്ഞാനം നേടാനാകും, നമുക്ക് സ്വയം കൺവിൻസ് ചെയ്ത് സെൽഫ് റിയലൈസേഷനിൽ എത്താനാകും. കലിയുഗത്തിൽ ഈസി വേ എന്താണ്? നമ്മുടെ കലിയുഗ ധർമ്മം ചെയ്യുക, അതായത് നാമസങ്കീർത്തനം. ഇപ്പൊ നമ്മൾ ഇത് താഴ്ത്തി ചെയ്തു, എല്ലാവരും കൂടി ഹരേ കൃഷ്ണ ഹരേ രാമ ചൊല്ലി അല്ലെ, നാമസങ്കീർത്തനമായി എല്ലാവരും കൂടി ചൊല്ലി. ഇത് നമ്മൾ ഇന്നത്തെ ഒരു ഇത് ചെയ്യുന്നു അല്ലെ, വീട്ടിൽ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. അപ്പൊ എവിടെയൊക്കെ അവസരം കിട്ടുമ്പോൾ നമ്മൾ ഈ കലിയുഗത്തിൽ അത് ചെയ്താൽ മതി. ബാക്കി നമ്മുടെ എന്ത് നടന്നാലും ഭഗവാൻ അതെല്ലാം ക്ഷമിച്ചിരിക്കും. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഗുണം കലിയുഗത്തിൽ. അപ്പൊ ഏറ്റവും എളുപ്പ മാർഗമാണ് കലിയുഗത്തിൽ കിട്ടിയത്. അപ്പൊ നമ്മൾ സത്യയുഗത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ അത്രയും തപസ് ചെയ്യേണ്ടി വരും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ത്രേതായുഗത്തിലാണെങ്കിൽ അത്രയും യജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും ഒരുപാട്. ദ്വാപരയുഗത്തിലാണെങ്കിൽ ഭഗവാനെ നമ്മൾ കണ്ട് തൊഴുത് ആ രീതിയിൽ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഇതൊന്നും പോസിബിൾ അല്ല. നമുക്ക് നേരിട്ട് കാണാൻ കിട്ടുന്നില്ല, യജ്ഞങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റില്ല, തപസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ ഈ ഫാസ്റ്റ് ലൈഫിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള അല്പസമയം കണ്ടെത്തി ഭഗവാനെ കുറിച്ച് ശ്രവിക്കുക, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം അല്ലെ. ശ്രവണവും കീർത്തനവും നന്നായാൽ നമുക്ക് സ്മരണം വരും, അല്ലെങ്കിൽ സ്മരണം വരില്ല. ഇപ്പൊ നമ്മൾ ജപിക്കുമ്പോൾ നമ്മള് പല കാര്യങ്ങളും മനസ്സിലേക്ക് കയറി വരുന്നത് എന്തുകൊണ്ടാണ്? ശ്രവണവും കീർത്തനവും അവിടെ പ്രോപ്പർ അല്ല, അപ്പൊ സ്മരണം വരില്ല. നമ്മൾ സ്മരിച്ചുകൊണ്ട് കീർത്തനം ചെയ്യാൻ നോക്കിയാൽ അത് റിവേഴ്സ് പ്രോസസ്സാണ്, അത് നടക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ നന്നായിട്ട് ചൊല്ലുക, അതിനെ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സ്മരണം വരും. അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ ഈ കലിയുഗത്തിൽ ദാറ്റ് അത് നമുക്ക് മതി. നമുക്ക് സ്ലോലി നമ്മുടെ പ്യൂരിഫിക്കേഷൻ നടക്കും. നമ്മൾ അറിയില്ല, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് രജോ തമോ ഗുണങ്ങളിൽ നമ്മൾ ഡിറ്റാച്ച്ഡ് ആവാൻ തുടങ്ങും. അത് അനുഭവം വരും, തന്നെ നമ്മൾ ഡിറ്റാച്ച്ഡ്, നമ്മൾ സത്വഗുണത്തിൽ മാത്രം പോകാൻ തുടങ്ങും. നെഗറ്റിവിറ്റീസ് നമ്മൾ ചില വ്യക്തികളുടെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് മാറി നിൽക്കാൻ തുടങ്ങും. നെഗറ്റിവിറ്റി പെട്ടെന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ തുടങ്ങും കൂടുതലായിട്ട്. നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് പോവില്ല. അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കൂട്ടുകെട്ടുകൾ മാറും, അസോസിയേഷൻസ് മാറാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ജപത്തിലൂടെ മാത്രം കിട്ടും. ശരിക്കും അത് ഭയങ്കര പവർഫുൾ ആണ് ജപം. അത് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ജപം ചെയ്താൽ മതി, ഒരു 108 ഒരു മാല. പക്ഷെ അത് എത്രത്തോളം ഫോക്കസ് ചെയ്യാൻ നോക്കും. ഇനി ഒരു മാലയിൽ കൂടുതൽ ഫോക്കസ് കിട്ടുന്നില്ലെങ്കിൽ 2, 3, 4 മാല ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ അതിനകത്ത് 1, 2 ജപങ്ങൾ എന്ന് വെച്ചാൽ ഒരു തവണ പറയുന്നു. ഒരു മാലയല്ല ഉദ്ദേശിച്ചത്, ഒരു മുത്ത് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും, അത് മതി.
ഒരെണ്ണം കിട്ടിയാൽ ഓക്കെ ഒരു ദിവസം. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ ഫിലോസഫി കേട്ടാലും വായിച്ചാലും നമ്മൾ അതിലൊന്നും നമ്മൾ വറീഡാവേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മളുടെ മനസ്സിനെ സ്റ്റഡിയാക്കി കൊണ്ടുവരാനായിട്ട്. കാരണം അത് സ്റ്റഡി ആയാൽ നമുക്ക് ആ ഒരു നോളജ് നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ ഇതായിട്ട് പറയുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല അല്ല ഇല്ല, ജപം നമുക്ക് ആ ഒരു മാല കഴിഞ്ഞാൽ 2 മാല ചെയ്യാം. ഇല്ല അങ്ങനെയില്ല ഒരിക്കലും ഇല്ല. എന്തെങ്കിലും പറഞ്ഞതിൽ തരും. മാല എത്ര വേണം ചെയ്യാം? ഇല്ല കണക്കില്ല.